الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله سبحانه وتعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തോട് സാലിഹീങ്ങൾ സജ്ജനങ്ങളുടെ ബറക്കത്തോട് വിശിഷ്യ ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്തോട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാവിധ സന്തോഷങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. സാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ഖുതുബുൽ അഖ്താബ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഒരൽപ്പം ചൊല്ലാനാണ് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഷാദുലി ഇമാമിനെ പറ്റിയ പ്രവിശാലമായ ഇമാമിങ്ങൾ അവരുടെ കിതാബിലെല്ലാം എഴുതി വെച്ചതാണ്. കൂടെ കുറച്ച് സമയത്തെ ഉള്ള ഷാദുലി ഇമാമിന്റെ ചൊന്നു തീർക്കോ സാധ്യയില്ല. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ എന്തുകൊണ്ടും ഞങ്ങളുടെ ഈ പള്ളി, ഞങ്ങളുടെ പള്ളിയുടെ പേര് മസ്ജിദുൽ ഇമാം ഷാദുലി, അവ ഞങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. നമുക്ക് ഓർത്തു വേണം ആരാണ് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു. ഞങ്ങളെ ഈ പള്ളിയുടെ കെട്ടിയിട്ട് 50-60 വർഷമായിട്ട് ഇപ്പോൾ പേരിക്കണം. 60 വർഷം ദാറ്റിമേൽ. അപ്പം അൻ്റെ ഷാദുലിൻ്റെ പേരിട്ടിരിക്കുക. ഞാൻ കേട്ട് ആരാണ് പേരിട്ടത്. അപ്പോൾ പേരിട്ടതാരും കൊന്നില്ല. ഏതായാലും അതൊരു വലിയ ബർക്കത്താണ്. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് ഞങ്ങൾ ഈ പള്ളി ഇട്ടത്. അപ്പോൾ ഷാദുലി ഇമാം ചൊന്നെങ്കിൽ ആര്? ഞങ്ങളെ പോലത്തെ ഒരാളാണ്, ഒരിക്കലുമല്ല. എത്രമോ വലിയ ആളാണ് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു. കബറുള്ള ഈജിപ്തിലാണ്. അപ്പൊ അങ്ങനത്തെ വലിയ മഹാന്റെ ബർക്കത്താണ് അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് തന്നെ നിലനിർത്തി തരുമാറാവട്ടെ. കുറെ ആൾമാർ സുബൈക്ക് എച്ചവരാണ്, കുറെ ആൾമാർ കുടുംബത്തിലുണ്ടാകും. ഞങ്ങളുടെ ആയത്തെ പള്ളിയുടെ പേര് ഷാദുലി. അപ്പൊ സുബൈക്ക് എഞ്ചിട്ട് നിസ്കാരത്തിന് മുന്നോട്ട് തഹജ്ജുദ് എഞ്ച ആൾമാരും കുറെ ആൾമാരുടെ പേരിൽ ഫാത്തിഹ ഓതുന്ന കൂട്ടത്തിൽ ഷാദുലി ഇമാമിന്റെ പേരിൽ നാം ഫാത്തിഹ ഓതുകയാണ്. അപ്പൊ ഷാദുലി ഇമാം ചൊന്നെങ്കിൽ വലിയ ബർക്കത്തുള്ള എനിക്കത്തെ ആളാണ് ഇമാമുന അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനത്തെ ഒരു മഹാന്റെ പേരാണ് ഞങ്ങളുടെ പള്ളിയുള്ളത്. അപ്പൊ ഞങ്ങളുടെ ജീവിതം ഭയങ്കര വഫാത്തായി പോയിട്ട് എത്ര വർഷം കഴിഞ്ഞെങ്കിലും ഷാദുലി ഇമാമിന്റെ ಬಗ್ಗೆ ഞങ്ങൾ അനുസ്മരണാക്കിക്കൊണ്ടുള്ള എല്ലാ നാളിലും ചെന്നോണ്ടുള്ളൂ. ഞങ്ങളുടെ പള്ളിയിൽ സംഘടിപ്പിക്കപ്പെട്ട ക്ലാസ്സുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ഒരു ക്ലാസ് ഇതിട്ട് ഞാൻ മനസ്സിലാക്കി. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ഷാദുലി ഇമാമിന്റെ ലൈഫിടെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ്സിലൂടെ മുന്നിൽ എടുത്തതാകാൻ നോക്കുന്നില്ല. ഞാൻ വന്നതിൽ പിന്നെ ഏതായാലും 6 വർഷത്തിൽ തോന്നുന്നില്ല, കുറെ ഒട്ട വിചാരിച്ചതാണ്. ഏതായാലും പരിശുദ്ധമായ റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അവേദ്യമായ കണക്ഷൻ എനിക്കെത്ത ഷാദുലി ഇമാമിടെയാണ് ഞങ്ങൾ ചെന്നുകൊണ്ടുള്ളത്. ഒരു ചെറിയ സെക്കൻഡ് പോലും എൻ്റെ കണ്ണിടത്തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയില്ല എന്ന് சொன்ன ആളാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. അപ്പൊ ആ മഹാന്മാരെ പവർ എത്ര ഉണ്ട് നോക്കാം. ഷാദുലി ഇമാമിന്റെ കബീല ഹസനി കബീലയാണ്. തങ്ങന്മാരിൽപ്പെട്ട ആളാണ് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു. ഹുസൈനി തങ്ങന്മാരല്ല, ഹസനി തങ്ങന്മാരാണ്. ഹസൻ തങ്ങൾ എത്തിയിട്ട് പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ അതുപോലെയുണ്ട്. അപ്പൊ ഹസനി കബീലാണ് ചൊല്ല്. ആഫ്രിക്കത്തെ ഹിമാറ ചൊല്ലുടെ ജാഗയിലാണ് ഷാദുലി ഇമാം ജനിക്കിടപ്പാൻ ചൊന്നെങ്കിൽ ഹിജ്റ 591 ജനിക്കണേ. ഇപ്പൊ ഹിജ്റ 1447 സുമാറ് വർഷമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ഇതിൽ 447 അതിൽ ഏകദേശം 800 ചില്ലാറ വർഷമൊത്ത ഷാദുലി ഇമാം ജനിച്ചിട്ടേ. ഷാദുലി ഇമാം വഫാത്താവിടെ ഒരു ദുൽഖഅദ തിങ്കളിലാണ് ഹിജ്റ 656 ഷാദുലി ഇമാം വഫാത്താവുക. അപ്പൊ 591 ജനിച്ചിട്ട് 656 ബഹുമാനപ്പെട്ട ഇമാമുന ഷാദുലി റളിയല്ലാഹു അൻഹുയുടെ വഫാത്ത്. ഇന്ത്യത്തെ ആധുനിക നോർത്ത് ആഫ്രിക്കത്തിലാണ് അൽ മഗ്രിബുൽ അഖ്സാൻ മൊറോക്കോ. അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു ദലായിലുൽ ഖൈറാത്ത് മുസന്നിഫ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ അത്ഭുതകരമായ അശ്ശിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന കിതാബ് എഴുതിയ ഇമാം ഖാദിയ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെയുള്ള റായാണ് ഈ ചൊന്നെങ്കത്തെ മൊറോക്കോ. അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുയുടെ ജനനം. ആ ഷാദുലി ഇമാം
മൊറോക്കോത്തെ ഫാസ്റ്റുള്ള എനിക്കെത്ത നഗരത്തിൽ കൊണ്ട് അതെല്ലാം പ്രസിദ്ധമായ നഗരമാണ്. ഇൽമുക്ക് വലിയ സംഭാവന കൊടുത്ത എനിക്കെത്ത ജാഗയാണ്. അവിടെ പിന്നെ തുനീഷ്യത്ത് കൊണ്ട് ഇൽമ പഠിക്കുവാനായിട്ട് മാലിക്കി മദ്ഹബ് പഠിക്കുവാനായിട്ട് തുനീഷ്യത്തിലാണ് ഇമാമുന ഷാദുലി റളിയല്ലാഹു അൻഹു. അപ്പൊ ഷാദുലി ഇമാമുടെ ആ ബാല്യകാലത്തെ വകയുള്ള വിശദമായ വിവരങ്ങൾ എവിടെയും ഞാൻ കണ്ടിട്ടിലേക്ക് വേറെ കിതാബിലെല്ലാം. അപ്പോ ഷാദുലി ഇമാം തുനീഷ്യത്ത് കൊണ്ട് അതിൽ പിന്നെ ഷാദുലി ഇമാമുടെ ജീവിതത്തെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. എങ്ങനെ ചെന്നെങ്കിൽ ഈ തുനീഷ്യത്തിൽ മാലിക്കി മദ്ഹബെല്ലാം പഠിച്ചിട്ട് നേരെ ഇറാഖ് പോകണം. ഇറാഖ് കൊണ്ട് എന്ത് ചെയ്യും ചെന്നെങ്കിൽ ഒരു കുത്തുബിടെ തേടിയിട്ടാണ് പോണ്ടേ. കുത്തുബ് ചെന്നെങ്കിൽ അഥവാ അക്കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹാൻ അയാളെ ഷെയ്ഖായി സ്വീകരിക്കണു, അയാളിലൂടെ ആത്മീയമായ വഴിയിലേക്ക് സഞ്ചരിക്കണു. അതുക്ക് വേനായിട്ട് കുത്തുബ് ചെന്നെങ്കിൽ ലോകത്തെ ഔലിയാക്കന്മാരെ നേതാവാണ് അക്കാലത്ത്. അങ്ങനത്തെ ആള് ഇറാഖിലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു നേരെ ഇറാഖ് പോകും. അങ്ങനെ അതിലെ ഷാദുലി ഇമാം ഷർഹുൽ വദീഫത്തു ഷാദുലിയാത്തുള്ള കിതാബ് അതിൽ ബഹുമാനപ്പെട്ട ഷാദുലി ഇമാം ചൊന്നത് വിശദീകരിക്കുന്നത് ലമ്മാ ദഖൽതുൽ ഇറാഖ. അങ്ങനെ ഇപ്പൊ ഞാൻ ചൊന്ന ഷാദുലി ഇമാം ജനിച്ചതോടെ എന്നിട്ട് കുറച്ച് വിഷയങ്ങളെല്ലാം തുനീഷ്യത്തിൽ പഠിക്കുന്നത് ഇറാഖ് പോകണം. ഈ മഹാന്മാരെ ജീവിതം ചൊന്നെങ്കിൽ നിരന്തരമായ യാത്രകളാണ്, ഇൽമു തേടിയിട്ടുള്ള യാത്ര. എത്രമോ ദൂരം സഞ്ചരിച്ചിരിക്കുക. ഒരു റായത്തിൽ ഇന്നൊരു റായത്തിൽ നിരന്തരമായ യാത്രകൾ നടത്തിയെങ്കിൽ താഴ്മാറാണ് മഹാന്മാർ. ഷാദുലി ഇമാം ചൊല്ലുണ്ട് അങ്ങനെ ഞാൻ ഇറാഖ് പോയി നോക്കുമ്പോൾ അഷൈഖ് അസ്വാലിഹ് അബുൽ ഫത്ഹ് അൽ വാസിത്തി റഹിമഹുല്ലാഹ് ചൊല്ലുന്ന ഒരാൾ നക്കിയിട്ട് ഫമാ റഅയ്തു ബിൽ ഇറാഖി മിസ്ലഹു. ഇറാഖിൽ ചെമ്മ മഹാന്മാരുള്ള പക്ഷെ ഇതുപോലത്തെ ഒരാളെ ഞാൻ കണ്ടില്ല. അപ്പൊ അയാളെ മൊത്തം ഞാൻ പോയത്. നന്റെ ലക്ഷ്യം എന്തിനാണ് ചൊന്നെങ്കിൽ വലിയൊരു കുത്തുബിടെ തേടിയിട്ടാണ് പോണ്ടേ. ജഗത്തുൽ അണ്ടത്തെ കാലത്തിന്റെ ഏറ്റവും ടോപ്പ് വലിയ മഹാൻ അയാളെ തേടിയിട്ടാണ് ഞാൻ പോണ്ടേ. അങ്ങനെ അബുൽ ഫത്ഹ് ചെല്ല മഹാൻ നന്റെ കണ്ടെത്ത് എന്നിട്ട് ചൊന്നു തത്തുലുബുൽ കുത്തുബിൽ ഇറാഖ്. ഞാനെന്തോ അയാൾക്ക് ചെന്നിട്ടില്ല, കുത്തുബ് തേടി വന്നതേ ചൊന്നിട്ടു. അയാൾ നന്റെ കണ്ടിട്ട് അയാൾ നന്റെ കൽബിലുള്ളത് മനസ്സിലാക്കിയിട്ട് ചൊല്ലു തത്തുലുബുൽ പിന്നെ കുത്തുബിൽ ഇറാഖ് വഹുവ ഫീ ബിലാദി. നിങ്ങൾ കുത്തുബിടെ തേടിയിട്ട് ഇവിടെ വന്നോ ഞങ്ങളുടെ റായത്തിൽ ഇറാഖ്, അത് നിങ്ങളുടെ റായത്തിലും ഉണ്ടല്ലേ. നിങ്ങളുടെ റായത്തിൽ നിങ്ങൾ അവിടെ ഉണ്ട് പിറക് ഇറാഖിന്റെ സുഹൃത്ത് മറക്കത്ത് പോകണം. അങ്ങനെ ഫറജഅ്തു ഇലാ ബിലാദിൽ മഗ്രിബ്. ഞാൻ വീണ്ടും എന്തായാൻ ചൊന്നെങ്കിൽ നേരെ മഗ്രിബ് നന്റെ മൊറോക്കത്തേക്ക് വീണ്ടും വന്ന് ഇറാഖിടെ റിട്ടേൺ വന്നുകൊണ്ടുള്ളൂ. അങ്ങനെ വന്നപ്പോ നക്കൊരാൾ കിട്ടി തരുന്നുണ്ട്. അയാളാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ഷെയ്ഖ് ഉസ്താദി അഷ്ശൈഖുൽ വലിയുൽ ആരിഫ് അസ്സിദ്ദീഖ് അൽ ഖുതുബുൽ ഗൗസ് അബൂ മുഹമ്മദ് അബ്ദുസ്സലാം ഇബ്നു മശീഷ് അഷ്ശരീഫുൽ ഹസനി റളിയല്ലാഹു അൻഹു. അഥവാ അഷ്ശൈഖ് അബ്ദുസ്സലാം ഇബ്നു മശീഷും ചൊല്ലു ബശീഷും ചൊല്ലു ബാവുണ്ട് മീമും അബ്ദുസ്സലാം ഇബ്നു മശീഷ് ഷാദുലി റാത്തീബുൽ ഈ ചൊന്നക്കത്തെ ഇബ്നു മശീഷ് തങ്ങളെ സ്വലാത്തുണ്ട്. അപ്പൊ അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു ചൊന്നക്കത്തെ ആള് നക്കി കിട്ടിയിട്ട് അങ്ങനെ ഫലമ്മ കദിംതു അലൈഹി അയാൾ ഇങ്ങനെ തേടി തേടിയിട്ട് അയാളെ മൊത്തം എത്തിപ്പെട്ട അയാൾ വലിയൊരു പർവ്വതത്തെ മേലാണ് താമസിച്ചുകൊണ്ടുള്ളത്. എങ്ങനെ താമസിക്കുന്നതെന്ന് ചൊന്നെങ്കിൽ ഒരു യുദ്ധത്തിന് റെഡിയായ പോലെ അഥവാ ജിഹാദ് അള്ളാഹുയുടെ വഴിയിലുള്ള ജിഹാദ് എപ്പോൾ വിളിച്ചെങ്കിലും അള്ളാഹുയുടെ വഴിയിലുള്ള ജിഹാദ് റെഡിയായ പോലെ അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടുള്ളൂ. അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് ചൊന്നെങ്കിൽ ആ പർവ്വതത്തെ കീഴിലുള്ളക്കത്തെ ഒരു പൊലൽ ഒരു തോടിൽ ഞാൻ കുളിച്ചിട്ട് ഞാൻ നേരെ പോയ. അങ്ങനെ പോകുമ്പോ ഫൈദാഹു വഹാബിത്തുന്നിലൈ അയാൾ മേലിന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് വന്നുകൊണ്ടു. ആ ഈ ചൊന്നെങ്കിൽ അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു മേലിന്റെ കീഴിൽ ഇനി വന്നു. ഫലമ്മാ റആനി നന്റെ കണ്ടപാട് ഖാല അയാൾ ചൊന്തു മർഹബൻ ബി അലി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ജബ്ബാർ. ഇങ്ങനെ നന്റെ പേര് ചൊന്തു, വെറും പേര് മാത്രമല്ല നന്റെ പേര് ഇങ്ങനെ ചൊന്നു വദക്കറലി നസബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടേ. അപ്പൊ ഞങ്ങളുടെ ഷാദുലി ഇമാമുടെ ಬಗ್ಗೆ പഠിക്കണമെന്ന് തോന്നുന്നെങ്കിൽ ആത്മീയ ലോകത്തെ കടലിന്റെ ആഴത്തിൽ മുങ്ങിയെത്ത ഏറ്റവും വലിയ ഒരാളെ വകയാണ് പഠിച്ചുകൊണ്ടുള്ളത്. ചിലപ്പോൾ ഞങ്ങൾക്ക് അയാളെ ഭാഷ അർത്ഥാവില്ല, അങ്ങനെ എന്താണ് ചൊന്നുകൊണ്ടുള്ളത് ചൊന്നെങ്കിൽ ഞങ്ങൾ ബാഹ്യമായ വിഷയത്തിൽ മാത്രമുള്ള ഞങ്ങൾ നിസ്കരിക്കുക നോമ്പെടുക്കുക അതിലൊരു ടേസ്റ്റ് പലപ്പോഴും ഞങ്ങളെ കൽബ് കണ്ടില്ല. അള്ളാഹു ചൊന്നുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നുറു അതുക്ക് വേനായിട്ട് ഞാൻ ആക്കിക്കൊണ്ടുള്ള. അതേ സമയത്ത് ഈ എല്ലാ ഇബാദത്തിലെ ടേസ്റ്റുകൾ മധുരം അറിഞ്ഞെനിക്ക് താഴ്മാറാണിങ്ങ. അപ്പൊ എന്താ തോന്നി ഞങ്ങളെ കൽബ് അങ്ങ് തെളിഞ്ഞിട്ടിക്കിട്. കൽബ് തെളിയുമ്പോ പിന്നെ അത് കണ്ണാടിയിലാട്ടി അപ്പുറമാണ് എല്ലാം നമുക്ക് അതിൽ കാണും. എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോർ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചേർത്ത്
ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് നക്ക് ചൊല്ലോ ആവളും ചൊന്നെങ്കിൽ നന്റെ പുറത്തവൻ അതിനെ നിഷേധിക്കല. അതെങ്ങനെ സാധ്യം? നക്ക് കാണില്ലല്ലേ ഞാൻ ചൊല്ലേ, നക്ക് കാണില്ല, നക്കനുഭവമില്ല. അതേ സമയത്ത് എല്ലാവരും അങ്ങനെ പേര് കൂത്തിയറാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. കുപ്പിയുടെ ഉൾക ഉള്ളരിക്കത്ത വസ്ത്രം പോലെ വളരെ ക്ലീൻ ആയിട്ട് എന്താണ് അതിന്റെ ഉൾക ഉള്ള എല്ലാം ചൊല്ലുന്നതൊക്കെ സാധ്യമാവും. ഇതിലിപ്പോ നിഷേധിക്കുക എന്തൊന്ന് അയക്ക് ആയിരം സംഭവങ്ങൾ ഓരോ ഇമാമികളെ വകെ കിതാബിൽ എത്തി വെച്ചതാണ്. എത്തിപ്പെട്ട പാട 6 എന്തിന് ഏതും ചൊല്ലുക സാധ്യമാവുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമുക്ക് കണ്ട് നാനാഭാഗം ഇപ്പൊ വിശദീകരിക്കില്ല, ഞങ്ങളുടെ വിഷയം മാറിപ്പോകും. അപ്പൊ കൂടെ അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹു ചെന്ന മഹാൻ ഞാൻ കീഴിലെ മേൽ ശൈഖിനെ തേടി പോകുമ്പോ മേലിലെ കീഴിൽ ഇനി വന്നുകൊണ്ട് കണ്ടപാടെ നന്റെ പേര് ചൊന്നിട്ട് വെൽക്കം മർഹബാൻ ചൊന്നു സ്വാഗത എന്നിട്ട് വെറും നന്റെ പേരല്ല ചൊന്നിട്ട് നേരെ അബ്ബടെ പേര് ഇങ്ങനെ ചൊന്നിട്ടു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി അതുവരെ അങ്ങ് എത്തിയിട്ട് എന്നിട്ട് ചൊന്നു യാ അലി തലഅത ഇലൈനാ ഫഖീറൻ അൻ ഇൽമിക വഅമലിക ഇൽമും അമലും തേടി ഞങ്ങളെ മുട്ട നിങ്ങൾ വന്നാറല്ലേ അഖത്ത മിന്നാ ഗിനദ് ദുനിയാ വൽ ആഖിറ ഞങ്ങളെ മുട്ടത്തെ ദുനിയാവുടെ ഐശ്വര്യവും നിങ്ങൾക്ക് കിട്ടു, ആഖിറത്തെ ഐശ്വര്യവും നിങ്ങൾക്ക് കിട്ടിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹു ചെന്ന് ഷാദുൽ ഇമാം അതിന്റെ ಬಗ್ಗೆ ചൊല്ലു. അങ്ങനെ ഞാൻ ആ ശൈഖിനെ മുട്ട നിന്റെപ്പ അള്ളാഹു നിനക്ക് വലിയ ഫത്ഹ് തന്ന നിന്റെ കൽബ് ഓപ്പൺ ആയി പോയിട്ട് കൽബ് പിന്നെ മറയില്ല, എല്ലാം ഓപ്പൺ ആയിട്ട്. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹുവിന്റെ ശൈഖാരൻ കേട്ടെങ്കിൽ ഈ തൊന്നെങ്കത്തെ അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹു അയാൾ മൊറോക്കോക്കാരനാണ്, അയാളെ കൊന്നതാണ്. ഹിജറ 625 ഏതോ ശത്രുക്കൾ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുക. അപ്പൊ അങ്ങനെ ഷാദുൽ ഇമാമുടെ ശൈഖിനെ വകയാണ് നിങ്ങൾ പഠിച്ച അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ മുട്ട നിന്റപ്പോഴാണ് കൽബ് അങ്ങ് വലിയ ഫത്ഹ് ഉണ്ടാവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. അള്ളാഹുടെ വകയുള്ള മാരിഫത്ത് കിട്ടു, അള്ളാഹുടെ വക അറിടാറ് വല്ലാത്ത സ്നേഹം. അള്ളാഹുടെ മാരിഫത്തിൽ ചൊന്നെങ്കിൽ പലപ്പോഴും നമുക്കത് അർത്ഥാവാത്ത വിഷയമാണ്, അറിയാത്ത വിഷയമാണ്. അത് അനുഭവിച്ച ആൾമാർക്കേ കൊണ്ടാവും. ചില മഹാന്മാർ ചെന്നാറ് മസാക്കീനു അഹ്ലി ദുനിയാ വലിയ വലിയ കോടീശ്വരന്മാരെ വകെ ചെല്ലേ അങ്ങ് ദുനിയാവിൽ വെറും മിസ്കിന്മാരുണ്ടാ ചൊല്ലും. എങ്ങനെയാണ് അങ്ങ് മിസ്കിന്മാരവിടെ ഇത്ര വലിയ പൈസ കൊണ്ടു? അവൻ സുബൈക്ക് അമേരിക്ക തിന്നാണ്ടായെങ്കിൽ ഉച്ചക്ക് വേറെ കഴിക്കുക, അസറ് വേറെ കഴിക്കട, ജാബ് വേറെ കഴിക്കട, ഇങ്ങനെ ചുറ്റിക്കൊണ്ടുള്ള സ്വന്തം ഫ്ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് വലിയ ആളാണ്. പക്ഷേ അഹ്ലുൽ തസവ്വുഫുടെ വാസൽ ഹൃദയം തെളിഞ്ഞെത്ത ആൾമാർ ഈ സൂഫീൻ ചൊന്നെങ്കിൽ എന്തിരെ അത് കൽബ് തെളിഞ്ഞ ആൾമാരാണ് സൂഫീൻ ചൊല്ല്. അങ്ങനെ കൽബ് നല്ല സലീമായിട്ടിക്കട്, രക്ഷപ്പെട്ടിട്ടിക്കട്, അത് ഭയങ്കര തെളിഞ്ഞിട്ടിക്കട്, അങ്ങനത്തെ ആൾമാരാണ് സൂഫികൾ. അപ്പൊ ഈ ചൊന്നെങ്കത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ಬಗ್ಗೆ ഞാൻ ചെന്നത്, ആ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു കൽബ് ഓപ്പൺ ആയി പോയിട്ട് ക്ലീൻ ആയി പോയിട്ട് അങ്ങനെ ശൈഖാന അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹു മസാക്കീൻ അഹ്ലി ദുനിയാ ദുനിയാവുടെ ആൾമാർ മിസ്കിന്മാരാണ് ചെന്നാൽ ഇത്ര വലിയ കോടിക്കണക്കിന് ആൾമാരെ മിസ്കീൻ ചെല്ലാമോ? അങ്ങ് മിസ്കീനാണ്. എന്തുകൊണ്ടു? അങ്ങ് പിന്നെ ദുനിയാവുടെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് അങ്ങ് അനുഭവിച്ചില്ല. ദുനിയാവിലുള്ള സാധനത്തെ യഥാർത്ഥ ടേസ്റ്റ് എനിക്ക് ಗೊತ್ತಾയില്ലേ? അതെങ്ങനെ ചെല്ലുമ്പോ അങ്ങ് കേൾക്കുവാറ് അതെന്ത് ടേസ്റ്റ് ಗೊತ್ತಾയില്ല ചൊന്നാൽ എല്ലാ ടേസ്റ്റും നമുക്ക് ಗೊತ್ತಾയില്ലേ? അത്ര പൈസ ചെലവാക്കിയിട്ട് വേണമെങ്കിൽ ഏത് ഫുഡും ഞാൻ തിന്നേ, പിന്നെ നക്ക് ടേസ്റ്റ് ಗೊತ್ತಾയിട്ടില്ല ചൊന്നെങ്കിൽ ഇല്ല. ഈ സൂഫികളെ ഭാഷയിൽ അങ്ങ് ഏറ്റവും വലിയ ടേസ്റ്റ് അങ്ങ് രുചിച്ചിട്ടില്ല. ഏതാണത്? അങ്ങ് ചെന്നാറ് അത് മഅരിഫത്തുല്ലാഹി അസ്സ വജൽ ഏറ്റവും വലിയ ടേസ്റ്റ് എന്തെങ്കിൽ അത് അള്ളാഹുടെ ಬಗ್ಗೆ അറിയില്ലേ, പഠിച്ചുകൊണ്ട് ഗുന്താവുടെ പഠിച്ചുകൊണ്ട് അറിയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅരിഫത്ത് ഖൽബിൽ കിട്ടി. ആ കിട്ടിയ ആൾമാരാണ് ഈ ചൊന്ന ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആൾമാർ. ഒരു സെക്കൻഡ് പോലും തന്റെ കണ്ണിട തൊട്ട് മറയില്ലാണ്ടാണ് അങ്ങ് ചൊന്നത് കിതാബിൽ എഴുതി വെച്ചോളൂ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുടെ മഅരിഫത്തിൽ ഉള്ളത് ഒരു അത്ഭുതകരമായ വിഷയമാണ്. പഠിച്ചുകൊണ്ട് അറിഞ്ഞിട്ട് ആ ടേസ്റ്റ് പിന്നെ നമുക്ക് എന്തും ಗೊತ್ತಾവില്ല. ചില മഹാന്മാരെ വകെ നാം കേട്ടില്ല അങ്ങ് നിസ്കരിക്കാറ്, നിസ്കരിക്കുമ്പോൾ അങ്ങ് അടിച്ചാറ്, നമ്മളെ കാലിലുള്ള മുള്ളുടെ പറിച്ചെടുത്താറ്, അങ്ങ് വിഷയമേ ಗೊತ್ತಾവില്ല. നിസ്കാര കഴിഞ്ഞാൽ പിന്നെ കേൾക്കിടാറ് നിങ്ങൾ എടുത്താറാ, അല്ലെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മളാവുമ്പോൾ ഇതെന്തൊരു വിഷയം നോക്കുമ്പോ ആ അമ്പ് തറച്ചെത്ത മുള്ളുടെ പിടിച്ച് ഊറിയെടുത്തതാണ്. അങ്ങ് വിഷയമേ ಗೊತ್ತಾയില്ല. എന്തേ ചൊന്നെങ്കിൽ അങ്ങ് വേറൊരു ടേസ്റ്റിൽ അങ്ങ് മുങ്ങിപ്പോയാറ്. ആ ടേസ്റ്റ് മുങ്ങിയപ്പോ ഈ വിഷയമേ അങ്ങക്കത് ಗೊತ್ತಾയില്ല. അതാണ് മഅരിഫത്തിൽ ചൊല്ലത്. അതാണ് കൽബുൽ പഠിച്ചുകൊണ്ട് ഇതിലേക്കാണ്
ലിമിത്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. അധ്വാനിക്കുനായ ആൾമാർ അധ്വാനിക്കുനായത് എന്തെങ്കിലും കേട്ടെങ്കിൽ അള്ളാഹുടെ വെളിച്ചപ്പാട് നമുക്ക് കിട്ടുവാനായിട്ട്. രാത്രി സമയങ്ങളിൽ എഞ്ചിട്ട് ആരുമില്ലാത്തപ്പോൾ അള്ളാഹുടെ മാത്രം ഓർത്തിട്ട് കരയിൽ ആൾമാറുള്ളാറ്. ചില മഹാന്മാർ ചെന്നാറ് കഴിഞ്ഞ 40 വർഷത്തിൽ പിന്നെ നന്റെ ബേജാരെന്തിനു കേട്ടെങ്കിൽ മഹമ്മനി ഇല്ല തുലൂഉൽ ഫജ്ർ, ഫജ്ർ ഉദിക്കടല്ലേ എന്നുള്ള ബേജാറ് അങ്ങനെ ചെന്നാറ്. ഫജ്ർ ഉദിച്ചെങ്കിൽ പിന്നെ സുബഹി വാങ്ങൈത്ത്, പിന്നെ ആൾമാരെല്ലാം കൂടുതൽ സുറുവാക്കി അതെല്ലാം ഗൊത്തൈത്ത്. അതേ സമയത്ത് ആ രാത്രിയിലെ ഫജ്ർ തോളം ഉള്ളെങ്കിലത്തൊരു ടൈം ഉണ്ടല്ലേ, ആ ടൈമിൽ ഞങ്ങൾ ആരും കാണില്ല. ഞങ്ങൾ സംഭാഷണാക്കുന്നത് ഞങ്ങളെ റബ്ബുടൊട്ടി മാത്രമാണ് ഞങ്ങൾ സംഭാഷണാക്കിക്കൊണ്ടുള്ളേ. ഫജ്ർ ഉദിച്ചിട്ടാകുമ്പോ ഈ ടേസ്റ്റ് അങ്ങ് പോയിട്ടുണ്ടാ ചെന്നോണ്ടുള്ളേ. 40 വർഷത്തിൽ പിന്നെ ഞങ്ങളെ ബേജാരെന്തിനു കേട്ടെങ്കിൽ സുബഹി ഉദിക്കുന്നതാണ് ബേജാറ്. ചില ആൾമാർ ചെന്നാറ് ഇപ്പൊ ഞങ്ങൾക്ക് വലിയൊരു ലദ്ദത്തുണ്ട് മനസ്സിൽ, പടത്തോണ്ടൊരു ടേസ്റ്റും അതുമിത്തു ലോകത്തെ മുതലാളിമാർക്ക് ഒന്നായില്ലെങ്കിൽ അങ്ങ് കത്തി എടുത്തുകൊണ്ട് യുദ്ധത്തിൽ വളർത്താറ് ഞങ്ങളൊട്ടി. എന്ത് ഞങ്ങൾക്കും ആ ടേസ്റ്റ് വേണം തോന്നും, പക്ഷെ ഞങ്ങൾക്ക് അത് പരിചയമില്ല, അതുകൊണ്ടാണ് അങ്ങ് വരാത്തേന്ന് சொன்ன മഹാന്മാരുടെ കൊള്ളാം. ഇക്കട്ട് ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു അബ്ദുസ്സലാം ഇബ്നു മശീസ് ചൊല്ലിക്കെട്ട ശൈഖിനെ തേടിപ്പോയത് എന്തെങ്കിലും ചൊന്നെങ്കിൽ കൽബുടങ്ങ് കൽബുവായിട്ട് ലോകത്തെ ഏറ്റവും വലിയ ശൈഖായ ആ മഹാനെ വിട്ട് പോയപ്പോൾ ഫതഹല്ലാഹു ലഹു അയാളെ കൽബ് അല്ലാഹു വന്ന് ഫതഹാക്കി കൊടുത്താ. അവിടെ കുറെ റിയാദകൾ വീട്ടുകളിലേക്ക് കഷ്ടപ്പെടുത്തുറാറ്, പ്രയാസപ്പെടുത്തുറാറ്. ഇത് വേണ്ടാത്തൊന്നും നിപ്പാട്ടി കൊണ്ടെങ്കിൽ അവസ്ഥയിലേക്ക് സാധ്യമേ അല്ല, അത്രയും വലിയ പ്രയാസമാണ്. ഖാജാ തങ്ങളൊട്ടിയ ഉസ്മാനുൽ ഹാറൂനിയും ചൊല്ലത് ഖാജാ തങ്ങളെ ശൈഖാണ്. ഖാജാ തങ്ങൾ അജ്മീർ ഖാജാ തങ്ങളെ ശൈഖ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു 20 വർഷം കൂടിയിട്ടുണ്ട്. ആ മഹാനൊട്ടി 20 വർഷമാണ് ഖാജാ തങ്ങൾ കൂടിയത്. എന്തെല്ലാം കഷ്ടപ്പെടുത്തുന്ന ചൊന്നെങ്കിൽ അഥവാ അവന്റെ തടി അവൻ മറക്കുന്നു, എന്തും സിദ്ധാണ്, റെഡിയാണ്. ചിലപ്പോ എങ്ങനത്തെ ഭാരമുള്ളെത്ത സാധനങ്ങൾ പുറത്തോണ്ട് പോകാനായി വരും. ഷെയ്ഖ് എന്താണോ ചൊന്നത് അത് ആക്കിടക്കെത്ത ആള് ആ ഹന്തത്ത് എത്തുവാട്ടോ സാധ്യമാവുള്ളൂ. കറാമത്ത് കണ്ടോ ഇന്നപ്പോ ഉസ്മാനുൽ ഹാരിമി കെട്ടിയ കൂടി ആൾമാരല്ല ഇന്നാറ്. കറാമത്ത് കണ്ണി എല്ലാവർക്കും കൂടാറല്ലേ മനുഷ്യന്മാർ. ചിലവർക്കെല്ലാം ഓരോ ടൈം നിൽക്കും, 2 വർഷം ഇനി പ്രവാഹമായിട്ടിരിക്കുന്നു മനുഷ്യന്മാരെ. എന്ത് കേൾക്കുമ്പോൾ അവിടെ കറാമത്ത് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ ആളില്ലേ, ഇപ്പൊ കറാമത്തില്ല. മനുഷ്യൻ തന്നെ കറാമത്ത് മാത്രമാണ്, അത്ഭുതങ്ങൾ തന്നെ മാത്രമാണ് മനുഷ്യൻ പോലെ. അപ്പോൾ ഒരു പക്ക സ്വലാത്ത് തുടങ്ങിയിട്ടാകുമ്പോൾ ഒരു 6 തിങ്കൾ ഭയങ്കര ഗൗജി ആൾ ജാഗിൽ ഏക്കറക്കണക്കിൽ ജാഗിൽ ഗാഡി നിപ്പാട്ടിട്ട്. ഇപ്പൊ എന്ത് ഇപ്പൊ നോക്കുമ്പോ ഇതിലായിട്ട് വലിയ കറാമത്ത് അപ്പുറത്ത് വേറെ ഉണ്ടോ അവിടെ ഓടുறாரு മനുഷ്യൻ. അതും ശാശ്വതം വിചാരിക്കേണ്ടത് 6 തിങ്കൾ മാത്രമാണ്. അത് പിന്നെ അത് പോകില്ല, അത് പോയിട്ടാകുമ്പോ അപ്പുറത്ത് വേറെ അത് പോകണ്ടാണ് മനുഷ്യൻ. ഇങ്ങനെ എവിടെ കൗതുക കാണ്ട കുതൂഹല കാണ്ട അവിടെ ഓടിക്കണം മനുഷ്യൻ. അപ്പൊ അത്ഭുതം കണ്ട അവിടെ മനുഷ്യൻ നിൽക്കട. ഉസ്മാനുൽ ഹാറൂനിയുടെ മുട്ട കറാമത്തുകൾ പ്രദർശനമായിട്ട് ചെമ്മാൽമാർ ചുറ്റുമുട്ടുള്ള കറാമത്ത് കാട്ടിൽ നിപ്പാട്ടിട്ട് ഈ കറാമത്ത് കാട്ടിൽ നല്ലൊട്ടിಗೆ നിൽക്കണ്ട. അങ്ങനെ എല്ലാവരും പോയാലും എല്ലാം ഓരോരുത്തല്ല ജാറകുസുറായിട്ട് പണ്ടെല്ലാം കറാമത്തിന്റെ ഇപ്പൊ കാണില്ലേ. അങ്ങനെ ഖാജാ തങ്ങൾ പോയില്ലേ, അവസാനം വരെ നിന്നിട്ട് അത് ഖാജായിട്ട് എന്തേ നീ കൊണ്ടില്ല, ഞാൻ കൊണ്ടില്ല. കാരണം നിങ്ങൾ കറാമത്ത് കണ്ടിട്ട് നിന്നെങ്കിൽ ആളെന്തോ ഉള്ളതാണ്. നന്റെ കൽബ് തുറന്നെനിക്കെത്ത ആളാണ് നിങ്ങൾ. അജ്മീർ ഖാജാ റളിയല്ലാഹു അൻഹു എവിടെ എത്തിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ അങ്ങനെ ചെന്ന് സൂഫിയാക്കളെ മൊട്ട പോയിട്ടാകുമ്പോ ആ ഒരു വഴി വേറെയാണ്. അത് ഭയങ്കര ലദ്ദത്തിന് ടേസ്റ്റ് തെരുവാണ്. അവിടെ പിന്നെ നല്ലത് നന്റെ റബ്ബ് മാത്രം ಗೊತ್ತಾവണമെന്ന് ചൊല്ലെങ്കിലത്തെ പ്രതീക്ഷ നിരീക്ഷകളെല്ലാം അവിടെ ഇട്ടത്. അപ്പൊ അതാണ് ഷാദുൽ ഇമാമിയുടെ വഴി, അതാണ് അജ്മീർ ഖാജാ തങ്ങളെ വഴി. ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ചൊല്ല മഹാൻ. അപ്പൊ ഈ സൂഫി ചൊല്ലെങ്കത്തെ ഈ സരണിയിൽ സേരയും എന്താ കൊടുക്കുന്നെങ്കിൽ കൽബ് നല്ല തെളിഞ്ഞിട്ട് കാണും, ക്ലീൻ ആവുള്ളൂ കൽബ്. പിന്നെ ആരൊട്ടി എനിക്ക് വകയില്ല എന്തും ഇല്ല ചൊന്നെങ്കിൽ അങ്ങനെല്ലാം വിട്ടുവിട്ടാറ്. അങ്ങനെ അള്ളാഹുവിനായിട്ട് മാത്രം ഈ മനുഷ്യന്മാരങ്ങ് കണ്ടതേ ഇല്ല. ആരൊട്ടി പിന്നെ അസാക്ക് പോണില്ല, ഗലാട്ടാക്ക് പോണില്ല. അങ്ങനെ ഈ പറയും എന്തിനു ചെന്നാറുണ്ടായി അവനത് വിഷയമേ അല്ല. ഈ കാതിൽ കേട്ടിട്ട് ആ കാതിൽ കൊണ്ട് പിന്നെ വകയ സ്വന്തമായിട്ടവും കൊണ്ടില്ല. എന്റെ ചൊന്ന് നിങ്ങളെ കൽബിൽ അള്ളാഹു മാത്രമുള്ള അങ്ങനത്തെ സ്വഭാവങ്ങൾ സമാവുടെ റൂട്ടാണ് സൂഫി സരണി ചൊന്നെങ്കിൽ അതാണ്. അപ്പൊ അവിടെ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആ മഹാന്റെ നമുക്കൊന്നുണ്ടു. കേരളത്തിൽ അറിയപ്പെട്ട മഹാനാണ് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. അവിടെ എത്തുമ്പോ അയാൾക്കും ഒരു ഷെയ്ഖുണ്ടു. അതോ ഈ ചൊന്ന അള്ളാഹുടെ വഴിക്ക് കൈ പിടിച്ച് കൊമ്പോണ്ടെങ്കിൽ ഒരാൾ അയാൾ അതിനാക്കപ്പുറത്ത് നല്ല ആളായിട്ട് വരും. ഒട്രാസി ഗൈഡ് ആവുക, ഒട്രാസി ഒരാളെ പോയിട്ട് പിടിക്കില്ല, അങ്ങനെയല്ല. ഇന്നും അങ്ങനെ കുറെ ആൾമാരെല്ലാം പിടിച്ച് കുടുങ്ങുടെ ആൾമാരുള്ള ഇന്നും ഷെയ്ഖ് ഇല്ലാണ്ട് ഞാൻ ചൊല്ലുണ്ട ഇക്കുവാണ്. പക്ഷേ അത്ര നല്ല ആൾമാരായിട്ട് വേണം, അത്ര ക്ലീൻ ആയിട്ട് വേണം. ചില ആൾമാർ പോയാറ്, ചില ആൾമാർ ഞാൻ ഒരാൾ വന്നിരുന്ന് പോയാറില്ല.
നോക്കുമ്പോൾ അയാൾ കഴവത്തെ ഭാഗത്ത് തുപ്പിക്കൊണ്ടുണ്ടു. അയാൾ അവനെ ചെന്ന് വന്നത് കാരണം ശരീഅത്ത് സമ്പൂർണമായി പാലിക്കപ്പെട്ടില്ലേ. അപ്പൊ കുറച്ച് സമയം കൂടി നോക്കുമ്പോൾ പിന്നെ അവൻ പൈസത്തെ വിഷയത്തിൽ വന്ന ഗസാലി ഇമാം തന്തു ഒരാളെ പിന്നെ കമീസ് ഇങ്ങനെ മേലായിട്ട് അത് കണ്ടിട്ട് നീ അത്ഭുതപ്പെട്ടു പോകണ്ട, കൂടി പോകണ്ട. ഒരാൾ കമീസ് തുന്നിപ്പിടിപ്പാട്ടിയ കമീസാണ് ധരിച്ചിട്ടുള്ളേ, അയാൾ ഭയങ്കര ആളും തൊന്നിട്ട് അത്ര സഡൻലി കൂടിയിരണ്ട. അയാളെ പിന്നെ വസ്ത്രത്തെ എന്താക്കിലും ചെന്നാൽ ഇത്ര മേൽ ഇതാക്കിയത് അത്ര മേലുണ്ട് അയാളത് മണികെട്ടാട്ട് എത്രമാ മേലുണ്ട്. അയാൾ വലിയ ആളും തൊന്നിട്ട് നീ എത്ര വേഗം കൂടിയണ്ട ചൊല്ലുടെ ആർവൊന്നുണ്ട പടത്തോണ്ട മാരിഫത്ത് കിട്ടിയ ആളാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിലാണുള്ളത്. പിന്നെ ദിർഹമുടെ മുട്ട പൈസത്തെ മുട്ട അയാളെ നീ ഒന്ന് നോക്കൂ, അയാൾക്ക് കയ്യുണ്ടാ നേരുണ്ടാന്ന് തോന്നിട്ട് അവിടെ നിൽക്ക് കൊടുക്കാവുള്ളൂ. അഥവാ ശരീഅത്തുൽ ഇസ്ലാം ആറ് പാലിക്കില്ലേ അങ്ങളെ മുട്ട ഒരിക്കലും തുടരുക അല്ലാത്ത വിഷയത്തുക പോകേ തീരാണ്. ശരീഅത്തിൽ 100% ആയാൽ പിന്നെയാണ് ത്വരീഖത്ത് എന്നുള്ള ഹന്തത്ത് എത്തരേ, അതിൽ പിന്നെയാണ് ഹഖീഖത്ത് എന്നുള്ള അള്ളാഹുടെ പ്രകാശം കണ്ട് വല്ലാത്തൊരു മർത്തബത്തിൽ എത്ര. പിന്നെയാണ് ശരീഅത്ത് പൂർണ്ണമായും പാലിക്കാത്ത ഒരാളെ ശൈഖാക്കൂ സാധ്യയില്ല, നിസ്കരിക്കാത്ത ഒരാളെ ശൈഖാക്കുകയില്ല. കാരണം നന്റെ കൈപിടിച്ച് കൊമ്പോണ്ടെനിക്കെത്ത ഒരാൾ ഏറ്റവും നല്ല ഗൈഡായിട്ട് വേണ്ടി ഒട്ടറാശായങ്കാവാം. ഞാനൊരു ടൂർ പോയ അവിടെ ഒരുത്തരെ ഗൈഡ് പിടിക്കാൻ തോന്നി, അവന് എന്ത് കൊത്തിക്കില്ല, വെറുതെ നട്ടം തിരിക്കുന്ന മാത്രം. ഇറാഖ് യാത്ര പോയെങ്കിൽ ഒരാൾ തോന്നു, പിന്നെ ഒരാൾ ഗൈഡ് പിടിച്ച് വെറുതെ ഏതെല്ലാം കബർ ആരാരെ പേര് സ്വന്തം ബേജാറായി പോയിട്ട് യാത്ര കഴിഞ്ഞ് വന്നതിൽ പിന്നെ പഠിച്ചിട്ട് വിസയ കൊടുത്തോടെ എങ്ങനെ തോന്നിട്ട്. പിന്നെ ചില വലിയ 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 ആൾമാരെ കബറെ മുട്ട വിളിച്ച പോയിട്ടേയില്ല. എന്തൊരു മുസീബത്ത് എന്തേ ചൊന്ന് ഗൈഡ് സമയമില്ലേ, അതൊന്ന് പിടിക്കണമായ ഗൈഡ്, അത് വല്ലാത്തൊരു ഗൈഡാവണോ. ആധുനിക കാലത്ത് അങ്ങനെ സഡൻ ആരെയും പോയിട്ട് പിടിച്ചിരണ്ട, നട്ടം തിരിഞ്ഞു പോവും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗൈഡ് ഏറ്റവും നല്ല ആളാവുന്നുള്ളത് ഒരു ഉദാഹരണം ഒരാൾ ചോദിച്ചു. ഒരാൾ റായത്തുണ്ടോ ഉദാഹരണം ഞാൻ ചോദിച്ചു. ഒരാൾ റായത്തുണ്ടോ ചൊല്ല വിഷയം കിട്ടിയിട്ട് അപ്പൊ അയാൾ വലിയ ആളാണ്, അയാളെ കാണുകയാണ് പോണ്ട്, അയാളെ നമുക്ക് ഗൈഡാക്കണം തോന്നിട്ട് ഒരാൾ കൊണ്ടു. അങ്ങനെ ആ റായത്തിൽ എത്തിപ്പെട്ട അവർ വന്നിരുന്ന ജാവയ്ക്ക് പോയ തുമ്പ റായടി ചിമ്മായിട്ട് കാണ്ടില്ല എന്തും ഇല്ല. ഈ മനുഷ്യരെ അവ കണ്ടുപിടിക്കോ സാധ്യമേ ഇല്ല. ഇയാൾക്ക് ചിമ്മായിട്ട് ഒരു മഫ്ലൂക്കില്ല റോഡിലും വന്നിരുന്ന ജാവായിട്ട് ഒരു ഗണ്ട ജാവായിട്ട്. അപ്പൊ എന്നോ ദൂരത്ത് റോഡ് സൈഡിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പന്തെടുത്ത് കണ്ടു വീണ്ടിട്ട് നിലത്തിൽ പറല് മുട്ട പോയിട്ട് അയാളെ പേര് ചൊന്ത. ആ പേര് ഇപ്പൊ ഞാൻ ചൊല്ലില്ല, ഉദാഹരണമാണ്. പേര് ചൊന്നിക്കേട്ട് അയാൾ അക നിങ്കൊന്നുണ്ടാണ്. അപ്പൊ അവൻ ചെന്ന ഈ മനുഷ്യൻ എത്രമാ കിലോമീറ്റർ ഇതേ ഈ ആള് തേടിട്ട വേണ്ടേ. അപ്പൊ ഓൻ ചെന്ന ആള് നാണേ മാത്രം അകനക്കും കൊന്തില്ല എന്ന് പറഞ്ഞു. ആള് നാണേ അകനക്കൊന്തില്ല ചൊന്നെങ്കിൽ ഈ ചൊന്നെനിക്ക് ആള് സ്വരല്ല പൊട്ടിട്ട് അസാദ് വന്നിട്ടാമത്തല്ലേ ഞാൻ ആക്കില്ല, അവൻ സമാധാനം ഇല്ല. അങ്ങനെ ആക്കിയിട്ട് പറഞ്ഞ് ഒരു ഗണ്ടയ്ക്ക് ചൊല്ലുകൊണ്ട് നോക്കൂ. അവിടെയാണ് അവൻ ഗൈഡാക്കുന്നത്. ഇവിടെയാണ് ഗൈഡറെ പറ്റി. ഈ ഗൈഡറെ പിടിച്ചെങ്കിൽ ഓണം എവിടെയാണ് എത്തുവാണ്. അപ്പൊ ഇന്ന് കുറെ ആൾമാർ പിടിച്ചെനിക്കത്തെ ഗൈഡ് അങ്ങനത്തതാണ്, ഒന്നും സമയമില്ല. ശൈഖും ചൊന്നിട്ട് പോകണ്ടേ. പിന്നെ ഉള്ള എല്ലാവരാ ചെവിക്കരെ സ്റ്റേജ് കെട്ടരെ പറയുക ഇതേ ലോകാൻ തൊന്നെങ്കിൽ മലിനായിപ്പോയി ഇങ്ങനത്തെ വിഷയത്തിലല്ല. അപ്പൊ ഇക്കട്ടെ ആ ഭാഗം വിശദീകരിച്ചും കുറെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ ചെന്നത് ശൈഖിന് മുട്ട പോകുമ്പോ കുറെ പിന്നെ പരിശീലനങ്ങളുണ്ട്. എന്നിട്ട് ആ റിയാദയിൽ ജയിക്കണമെങ്കിൽ ആളാണ് അയാള്. ഇയാൾ ചൊല്ലു ശൈഖ് ചിലപ്പോ നീ എന്താക്കണം ചെന്നെങ്കിൽ ഒരു ഖുർആൻ മൊത്തം ഖത്മാക്കണം ഒരു റക്അത്തിൽ ചെന്നെങ്കിൽ ഞങ്ങളെ പോലത്തെ ആൾമാർക്ക് സാധ്യമാണ്. ഞങ്ങൾ തറാവിയെ 20 റക്അത്തിലെ കാഗണ്ടളാവിടാൻ ചൊന്നിട്ട് തേടണമെങ്കിൽ ആൾമാർ എന്നോട് കേട്ടാ നിങ്ങൾ പള്ളിയിൽ എത്ര കണ്ടു, ഞങ്ങൾ പള്ളി 1/2 ഗണ്ട ഓടും, ഞങ്ങൾ 20 മിനിറ്റിലാവും. അപ്പൊ 20 മിനിറ്റ് നിസ്കരിക്കുക ഉസ്താദ് വലിയ പോവാ പൈസ തല്ലി 6 കിട്ടും. ഞങ്ങൾ നിസ്കാരമല്ല കണ്ടു കൂടെ ആ ശൈഖ് പോയ പാടെ ചെല്ലു ഒരു ഖത്തും ഒരു റക്അത്തിൽ തീർക്കൊള്ളു സത്യമാ. അങ്ങനെ ആയിട്ട് പിന്നെ ഞങ്ങളെ ലോകമേ വേറെ പിടിച്ചം കിട്ടാതെ. ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു എത്ര വലിയ ആളാണ്. പരിശുദ്ധമായ മദീനത്ത് പോയപ്പോ അയാളെ മദ്ഹിന്റെ ബൈത്ത് കേട്ടപ്പോ ഹുജ്റത്തു ശരീഫത്തെ ഡോറപ്പണയിട്ടാണ് ചരിത്രം. അത്ര വലിയ ആളാണ് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. വെളിയങ്കളിലാണ് അയാളെ ഖബറുള്ളത്. ആ മഹാന്റെ ശൈഖാണ് മമ്മിക്കുട്ടി ഖാദി റഹിമഹുല്ലാഹ് ചൊല്ലുന്ന ആൾ. അപ്പൊ അയാളൊട്ടിಗೆ ഈ ചൊന്ന വെളിയങ്കോട് ഉമറുൽ ഖാദി പോണ്ട് നന്റെ നീ എന്താക്കണോ ഈ ചൊന്ന നിങ്ങൾ ആ ഒരു റൂട്ട് ഉണ്ടല്ല നല്ല റൂട്ട് ഇഹ്സാന്റെ റൂട്ട് ചൊല്ലത് ഇസ്ലാം ഈമാൻ ഇഹ്സാനും ചൊന്നിട്ടൊന്നുണ്ട്. ഇഹ്സാൻ ചൊന്നെങ്കിൽ
കൽബ് കൽക്കെത്താൽ മാറും വല്ലാത്തൊരു ലോകാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. അങ്ങനെ ആ ഒരു റൂട്ട് നിന്റെ കൈപിടിച്ച് ഉയർത്തുന്നു. അങ്ങനെ ഉസ്താദിന്റെ ബാക്കിലെ നടക്കട് ഉസ്താദ് ജാവ് ഔത്തർ ഉൽഗ കൊണ്ടു ഇവിടെ നിൽക്കും ചൊല്ലിട്ടാണ്. അങ്ങനെ പോയാൽ മറന്തരമാ കരുതി കൂട്ടിട്ട് അതിനൊന്നും മന്തില്ല. അയാൾ സുബൈക്ക് എനിച്ചിട്ട് 10 പറമ്പ നിൽക്കും ചൊന്നാൽ അവിടെ ഉണ്ട്. നീ ഇവിടെ നിൽക്കും ചെന്നില്ല എത്ര ഗണ്ട അവിടെ കാത്തു നിൽക്കുമോ നോക്കുള്ള ഒരു ഹെജ്ജ പോലും അവരാക്കിയില്ല. അനുസരണ ചൊല്ലത് അതാണ്. അപ്പൊ ഇവിടെ ഉസ്താദ് നിൽക്കും ചൊന്ന നിന്റെ മേ തെറ്റില്ല, കാലത്തെല്ലാം പറയിപ്പറാക്കിയില്ല. ഓ നിന്റെ ഈ വഴിക്ക് ഉയർത്തവും സാധ്യമാണ്, നീ അർഹതപ്പെട്ട ആളാണ്. ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പെർമിഷൻ കിട്ടു. അപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹു ചെല്ലെ ലോകത്ത് അതുല്യനായ ഏറ്റവും വലിയ ആരിഫായ ഒരു മഹാൻ. ആ മഹാന്റെ മുട്ടാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു കൊണ്ട്. അങ്ങനെ പോയിട്ട് അവിടെ ഖൽബ് നല്ല വെളിച്ചം കിട്ടിയിട്ടാണ് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു തിരിച്ചു വണ്ടേ. അപ്പൊ അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹു ചൊല്ലി ഇനി നിങ്ങൾക്ക് പോകാം. എവിടേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടാ? ഷാദുലി നിങ്ങൾ ആഫ്രിക്കത്തെ ഷാദിലാൻ ചൊല്ലൊരു ജാഗയുണ്ട്, അവിടെ നിങ്ങൾ പോകണം. ആഫ്രിക്കത്തെ ഷാദിലാൻ ചൊല്ലൊരു ജാഗയുണ്ട്, അവിടെ നിങ്ങൾ പോകണം. അപ്പൊ ഷാദുലി ഇമാമുടെ യഥാർത്ഥതായ നേരത്തെ ഞാൻ ചൊന്ന റിമാറാൻ ചൊല്ല ജാഗാണ് ആഫ്രിക്കത്തെ. പിന്നെയാണ് ഷാദിലത്ത് പോണ്ടേ, പിന്നെ ഷാദുലി ചൊന്നറിയപ്പെട്ടത്. അതും ചൊല്ലു ഷാദിലാൻ ചൊല്ല റായക്കാരനായതുകൊണ്ടല്ല ഷാദുലിയിൽ അറിയപ്പെട്ടത്. അള്ളാഹുടെ ടീമെ അവർക്ക് കേൾക്കും പോലെ നണ്ടല്ല ഷാദുലിന്റെ എന്തേ വിളിക്കരുത്. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു കിട്ടിയെങ്കിലത്തെ ഉത്തര ഷാദുൻ ലീ അഥവാ ഷാദുൻ ചൊല്ലുന്ന ഒറ്റപ്പെട്ട ആളുണ്ട്, ഒരാൾ. ലീ നക്കുള്ളെങ്കിലത്തൊരു അപരൂപപ്പെട്ട ആളാണ് നീങ്ങ. അതുകൊണ്ടാണ് ഷാദുൻ ലീ ഷാദുലി, ഷാദിലക്കാരനാണ് ബഹുമാനപ്പെട്ട. പിന്നെ ലാസ്റ്റ് പോയി അവയ്ക്കട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു അങ്ങനെ അള്ളാഹുടെ ഏറ്റവും വലിയ വലിയായി മാറി. ആ മഹാന്റെ ഷാദുലി ത്വരീഖത്തും ചൊല്ലത് ഈജിപ്ത്, അതുപോലെ സിറിയ, ഇന്തോനേഷ്യ, ഇന്ത്യ, ഇങ്ങനെ പല ജാഗലുണ്ട്. അതിലുള്ളതെല്ലാം വലിയ വലിയ ആലിമീങ്ങളാണ്, സാമാന്യ ആൾമാരല്ല. ഷാദുലി ത്വരീഖത്ത് ആ സരണിയിലുള്ളത് ആരും കേട്ടെങ്കിൽ ഏറ്റവും വലിയ ആലിമീങ്ങളാണ്. അതല്ല ഇതിൽ ചൊല്ലു. ആ ഷാദുലി ഇമാമുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു. ചൊല്ലങ്കത്ത ആള് ഷാദുലി ഇമാമുടെ വലിയ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു. ആ അബുൽ അബ്ബാസ് മുർസി എവിടെ ആൾ വന്നിട്ടുണ്ട്? അയാൾ സ്പെയിൻ്റെ ആളാണ്. പിന്നെയാണ് ഷാദുലി ഇമാമുടെ മുട്ട പണ്ട്. അങ്ങനെ ഷാദുലി ഇമാമുടെ ശിക്ഷണത്തിൽ പളകിട്. ഷാദുലി ഇമാമുടെ കണ്ടപാടെ അബുൽ അബ്ബാസ് മുർസിയുടെ കണ്ടപാടെ ഷാദുലി ഇമാം ചൊല്ലൂല. കഴിഞ്ഞ 10 വർഷത്തിൽ പിന്നെ നിങ്ങൾ എന്റെ നോട്ടത്തിലുള്ളാറുണ്ട്. ചൊന്നുകൊണ്ട് 10 വർഷത്തിൽ പിന്നെ കാണ്ടത്ര ഷാദുലി ഇമാം ചൊല്ല് കഴിഞ്ഞ 10 വർഷത്തിൽ പിന്നെ നിന്റെ നോട്ടത്തിൽ നിങ്ങൾ ഉള്ളത്. ഇവിടെ ഷാദുലി ഇമാമുടെ ത്വരീഖത്ത് ഇൽമുടെ ലോകത്ത് ഇത്രയും കൂടുതൽ സ്പ്രെഡാക്കിയ ആളാരും കേട്ടെങ്കിൽ ഈ ചൊന്ന പ്രധാനിയായ ശിഷ്യൻ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ചൊല്ല മഹാന്റെ വകെ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്ർ തബഖാത്തിൽ ബഹുമാനപ്പെട്ട ആ മഹാൻ ചൊന്തു വകാന റളിയല്ലാഹു അൻഹു യഖൂലു ലീ 40 സനതൻ മാ ഉജിബ്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ ചൊന്നെ. ഷാദുലി ഇമാമുടെ ശിഷ്യന്മാർ ആ ത്വരീഖത്തിന്റെ മഹത്വം എന്തെങ്കിലും കേട്ടെങ്കിൽ അതെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ മുങ്ങിയ ആൾമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള ആൾമാരാണ്. ഇവിടെ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ചന്ത് കഴിഞ്ഞ 40 വർഷമായിട്ട് നന്റെ കണ്ണിടെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറിഞ്ഞിട്ടേ ഇല്ല. അത് എങ്ങനെ ആയിട്ടിക്കൊണ്ടൊന്നെങ്കിൽ നമുക്കത് കൊണ്ടില്ല, നമുക്കത് അർത്ഥാവില്ല. വലൗ ഹുജിബ്തു തർഫത ഐനിൻ മാ അദത്തു നഫ്സി മിൻ ജുംലത്തിൽ മുസ്ലിമീൻ. ഒരു സെക്കൻഡ് നന്റെ കണ്ണിടെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറിഞ്ഞിട്ടുണ്ടായെങ്കിൽ ഞാൻ മുസ്ലിമേ അല്ലാണ്ടത് നമ്മളുള്ള സയ്യിദി അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരന്മാർ, അപ്പൊ അങ്ങനെ മർത്തബ എത്രയായിട്ടിരിക്കൂ. അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു വക്യ ചൊല്ലുണ്ടെങ്കിൽ അയാളതേ വേറെ കുറവുണ്ട്. അപ്പൊ ഷാദുലി ഇമാമുടെ ശിഷ്യനാണ്. അപ്പൊ ഞാൻ ചൊല്ലുന്ന അബ്ദുസ്സലാം ഇബ്നു മശീസ് മൈൻ, അയാളുടെ ശിഷ്യനാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. ആ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഈ മഹാൻ. ഈ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട 3 ശിഷ്യന്മാരിനാണ്. ഞങ്ങളൊരു പരമ്പര സരണിയല്ല നിങ്ങൾ നോക്കണം. 3 ശിഷ്യന്മാർ. ഒന്ന് ബഹുമാനപ്പെട്ട ഇമാം അൽ ബൂസീരി റളിയല്ലാഹു അൻഹു ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. നവോദര ഖസീദത്തുൽ ബുർദത്തെ രചയിതാവായ ഇമാം അൽ ബൂസീരി റളിയല്ലാഹു അൻഹു അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. പിന്നൊന്നു യാഖൂത്തുൽ അർശ് ചൊല്ല ആള് ഈ ചൊന്ന അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്.
പിന്നൊന്ന് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഇങ്ങല്ല ഔലിയാ ജഗത്തിലെ ഏറ്റവും വലിയ മഹാന്മാരാണ്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു ഒരു കിതാബുണ്ട് അൽ ഹികം ചൊല്ലുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാരും ആ കിതാബ് ദർശനത്തിലാണ്. ഹികം തത്വജ്ഞാനങ്ങൾ. കാതൽ ഹികമോ അയ്യക്കൂന ഖുർആനാണ് ചെന്നതാണ്. ഹികം ചൊല്ലുന്ന കിതാബ് ഖുർആനാവുകടത്തേക്ക് അത്രയും വലിയ തത്വജ്ഞാനങ്ങളാണ് ഈ ചൊന്ന ഹികം ചൊല്ലുന്ന കിതാബുകളുടെ 100 കണക്കിൽ വ്യാഖ്യാനങ്ങൾ ആ കിതാബ് മാത്രം എഴുതിയാണ്. അപ്പൊ അത്രയും വലിയ ആളാണ്. അപ്പൊ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശ് എന്നാണ് ചൊന്നല്ലേ. ഷാദിലിമാവുടെ ശിഷ്യന്മാരെ ഗണത്തിൽപ്പെട്ട ആള് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹുവിന്റെ ശിഷ്യൻ യാഖൂത്തുൽ അർശ്. യാഖൂത്തുൽ അർശ്. അപ്പൊ അർശിന്റെ പേര് വന്ന അല്ലാഹുവിന്റെ അർശ്. കാരണം അർശിടെ ചുമക്കിടങ്കെത്ത ആൽമാർ മലായിക്കത്ത് അവിടെ കൊടുക്കിടങ്കെത്ത ബാങ്ക് ഇയാൾക്ക് ഈജിപ്തിൽ കേട്ടോണ്ടിരിക്കുന്നതാണ് ചരിത്രം ചൊല്ലുന്നത്. അതുകൊണ്ടാണ് യാഖൂത്തുൽ അർശ് ചൊല്ലുന്ന പേര്. അയാൾ ഒരു സംഭവം മനസ്സിലാക്കുക. കാന റളിയല്ലാഹു അൻഹു യസ്ഫഉ ഹത്താ ഫിൽ ഹയവാനാത്ത്. ഈ യാഖൂത്തുൽ അർശ് റളിയല്ലാഹുവിന്റെ പ്രത്യേകത എന്തെന്ന് ചൊന്നെങ്കിൽ അയാൾ ആൾമാർക്കുള്ള വലിയ ഷഫാഅത്ത് ആക്കുന്ന ആൾ, റെക്കമെൻഡ് ആക്കുന്ന ആൾ, ഹെൽപ്പ് ആക്കണമെങ്കിൽ ആളാണ്. ജീവിങ്ങൾക്ക് വരെ ഹെൽപ്പ് ആക്കണമെങ്കിൽ ആളും. അതിക്കൊരു സംഭവം ചൊല്ലു. വജാഅത്തു മറത്തൻ യമാമ. ഒരു നാൾ അയാൾ ശിഷ്യന്മാരെ സദസ്സിലിരിക്കുമ്പോൾ അയാളെ മുട്ട എന്താവും ചൊന്നെങ്കിൽ ഒരു പക്ഷി വന്നിട്ട് അയാളെ പെരടിൽ ഇങ്ങനെ തെക്കിട് അങ്ങനെ തെച്ചിട്ട് കാതിൽ യന്ത്രമാ ചോളൂ. ഈ പക്ഷി വന്നിട്ട് ഇയാളെ കാതിൽ യന്ത്രമാ ചോന്നോ. അപ്പൊ സഡൻ ഇയാൾ ചൊന്തു ബിസ്മില്ലാ വനുർസിലുമാക്ക അഹദം മിനൽ ഫുഖറാ. പക്ഷി വന്നിട്ട് എന്തോ ഒരു കേസ് തോന്നുന്നേ. അപ്പൊ ഇയാൾ ചൊല്ലേ നീണ്ടൊട്ടിയ ഞാൻ ഒരാളെ കടത്തരാൻ. അപ്പൊ ഈ പക്ഷിയുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുവാനായിട്ട് ഒരാളെ ഞാൻ കടത്തിക്കൊണ്ടുള്ളേണ്ടാ ചൊന്നുകൊണ്ടുള്ളേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ഈ കിതാബും ഇതെല്ലാം ഇങ്ങനത്തെ എത്രമോ കിതാബുണ്ട്. ഇതിലെല്ലാം ഈ ഭാഷ നമുക്ക് ചിലപ്പോൾ അർത്ഥമുള്ളൂ. ഇതെന്തായിട്ടിക്കും ചെല്ലുമ്പോ ഇതെല്ലാം ഉള്ളതാണ് വിശ്വസിക്കുന്നത്. ഇതേ ഷാറാനി, ഈ കിതാബിന്റെ ആളെ പേര് ഇമാം ഷാറാനി. ഈ ഷാറാനി ഇമാമും ഇങ്ങനത്തെ കിതാബും എത്രമോ കിതാബുണ്ട്. അതിൽപ്പെട്ട കിതാബാണ് ഇതിലെ എത്ര പേജുണ്ട്? 600 ചില്ലാറ്. ഇങ്ങനത്തെ 2 കിതാബും. അതിൽ ഷാറാനി ഇമാം എന്ത് ചൊല്ലുന്നത് നക്ക് അള്ളാഹു തന്ന നിഅമത്തുകളും ചൊല്ലിട്ടാണ് അതിൽ എന്നത്. അള്ളാഹു കൊടുത്ത നിഅമത്തുകൾ കയ്യും കണക്കും ഇല്ലാത്ത എന്നെയുണ്ടുള്ളൂ. ഷാറാനി ഇമാം ഇതേ ഷാദുലി മദ്ഹബുകാരനാണ്, ഷാദുലി ത്വരീഖത്തുകാരനാണ്, ഷാഫി മദ്ഹബുകാരനാണ്. അപ്പൊ ഞാനിത് എന്തെങ്കിലും ചൊന്ന കൂടെ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഞാനിപ്പോ ചൊന്ന ഇത് നമുക്ക് വലിയ അപൂർവമായിട്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നത് നമുക്കത് ഉൾക്കൊള്ളൂ ആവില്ല. പക്ഷെ അതെല്ലാം നടന്നെനിക്കത്തെ അനുഭവങ്ങളാണ്. അവിടെ ഷാറാനി ഇമാം ഈ കിതാബിൽ ചൊല്ലു, ഞാൻ ഈജിപ്തിൽ വെച്ചിട്ട് മദീനത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുജ്റത്തുൽ ഷരീഫത്തെ ഇങ്ങനെ തൊട്ടുകൊണ്ടുള്ള ഇത് വേറെ റൂട്ടാണ്, പ്രമാണത്തെ റൂട്ടല്ല. ഇതിക്കെല്ലാം ഖുർആൻ സുന്നത്തിൽ തെളിവ് തെളിവ് കേൾക്കണമെങ്കിൽ ആൾമാറുള്ള അങ്ങനെ കൊടുക്കുക. ഇത് വേറെ റൂട്ടാണ്. ഈ വഴി പല ആൾമാരും ഉണ്ടാവില്ലേ. ഷാറാനി ഇമാം അയാളെ അനുഭവം ചെന്നുകൊണ്ടുള്ളൂ. ഷാറാനി ഇമാം ചില്ലറാണെന്നല്ല, ഞാൻ ഈ ചെന്നല്ലേ ഈ ചെന്ന ഓരോ ഇമാമിയങ്ങളെ ಬಗ್ಗೆ എത്രമാ നാൾ ചൊല്ലുണ്ടെങ്കിൽ എത്ര വിഷയങ്ങളുണ്ടു. ഷാറാനി ഇമാം ഈജിപ്ത് നൈൽ നദിയിൽ ഒരുക്കം മീണ്ടു പോയപ്പോ ആ മഹാനങ്ങ് മുങ്ങിപ്പോയിട്ടില്ല. ചെറിയ പ്രായത്തിൽ ബാപ്പയില്ല ഉമ്മയില്ല മരിച്ചു പോയാറ്. ഷാറാനി ഇമാമുടെ ഭാഗ്യമേ എത്രമാ ചൊല്ലുള്ളൂ. അങ്ങനെ മുങ്ങിയപ്പ മരിക്കണമെങ്കിൽ എത്ര അവസ്ഥയാണ്. അള്ളാഹു അടിയിൽ ഒരു പിന്നെ മൊസല ഉണ്ടല്ലേ, നൈൽ നദിയിലാണ് ഏറ്റവും കൂടുതൽ മൊസല ഉള്ളണ്ട. മൊസലയുടെ അള്ളാഹു പഠിക്കാണ്ട. അങ്ങനെ ഇയാൾ ഗ്രിപ്പ് കിട്ടിയിട്ട് മൊസലയുടെ മേൽ കാൽ വെച്ചിട്ടുണ്ടാണ്. കാൽ വെച്ചിട്ട് സമാധിണ്ട്. എന്നിട്ട് ഈ മൊസലയാണ് ഇയാൾ ഊന്തിയോണ്ട് വേണ്ട സൈഡിൽ. എന്നിട്ട് ഇയാൾ പട്ടിട്ട് പോയിട്ടുണ്ട്. അള്ളാഹു ചെയ്ത ഞാമത്ര ബാക്കി ഇതിൽ ചൊന്നോളൂ. ആ ഷാറാനി ഇമാമാണ് ചൊല്ല് ഈജിപ്തിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ റൗളത്ത് ആ റൂം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ തൊട്ടാൻ നേർക്ക് നേരെ ഉണർവുകൾ തൊട്ടുകൊണ്ടുള്ളേ. അതെങ്ങനെ പോകാത്തത്? എന്നിട്ട് അയാൾ ഇത് നീക്ക് അർത്ഥമല്ലേ, ഇത് നീ നിഷേധിക്കുക പറഞ്ഞ ഇത് നിന്റെ അനുഭവമായിട്ട് അയാൾ ചൊന്നുകൊണ്ടുള്ളൂ. നിന്റെ അനുഭവമാണ്. എങ്ങനെ അനുഭവത്തെ എങ്ങനെ നിഷേധിക്കൂ? ഞാൻ ചൊന്നല്ലോ പലവട്ടവും അനുഭവത്തെ നിഷേധിക്കൂ സാധ്യയില്ല. ഇതൊരു ലോകം വേറെയാണ് പ്രിയപ്പെട്ട സഹോദരൻ. അപ്പൊ മഹാന്മാരെ ഭാഷ എങ്ങനെയാണ് ചൊന്നെങ്കിൽ അത് ഞങ്ങൾക്കതിൽ പൊട്ടുവാട്ടവും സാധ്യയില്ലേ. അത് ഇമാമിയങ്ങൾ ചൊന്ന ഉദാഹരണം, അത് ഇരുമ്പുടെ പത്തിരെ മെഴുകുണ്ടല്ലേ ഈ ക്യാൻഡിലിന്റെ പല്ല് കൊണ്ട് ഇരുമ്പുടെ പത്തിരി കടിക്കണമെങ്കിൽ ആളെ അവസ്ഥയാണ്. അതാണ് ഇപ്പൊ നന്റെ ദൗർബല്യം, അതാണ് നന്റെ അവസ്ഥ. ഇപ്പൊ അത് ഈ ചൊന്ന ഇമാമിയങ്ങളെ പലക്കത്തെ മഹത്വത്തെ ഞാൻ ചൊല്ലാൻ ചൊന്നെങ്കിൽ ചിലപ്പോൾ നക്കത് ഉൾക്കൊള്ളുക വർണ്ണിക്കുക ആവില്ല ഞാൻ ചൊന്നെങ്കിൽ അത് ഞാൻ ഇരുമ്പുടെ റൊട്ടി കൊമ്പന്നിട്ട് വെച്ചാൽ നണ്ടൊട്ടി ഉള്ള പല്ലെന്തിര ഒന്നുണ്ട അത് ഈ ക്യാൻഡിലിന്റെ പല്ലാണ്. മുഖ്യമായ വിഷയമാണ്. നക്കത് പൊട്ടുവാട്ടവും സാധ്യമേ അല്ല. അപ്പൊ ഇമാം ഷാറാനി റളിയല്ലാഹു അനുഭവം നിങ്ങളെയും അനുഭവമാണ്. അത് കിതാബിൽ എഴുതി വെച്ചതാണ്. ലോകത്ത് നിഷേധിക്കാവാത്ത ഇമാമിയങ്ങളാണ് എഴുതി വെച്ചുകൊണ്ടുള്ളേ. അപ്പൊ ചൊന്നത് അത്രയും വലിയ മഹത്വം. അനുഭവത്തെ നിഷേധിക്കലാണ് നക്കൻ ചൊല്ലുള്ളതാണ്. ഞാനിപ്പോ ഇണ്ട് വന്നിട്ട് ഞാൻ നിങ്ങളോട് ചൊല്ലും. അതെ നാളുകൾ
நான் പിന്നെ സ്വപ്നം കണ്ട മദീനത്ത് പോയത്. അപ്പോൾ ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം സ്വപ്നം കണ്ട വിഷയമാണ്. നേരത്തെ നമുക്ക് പോകാവില്ലേ, സ്വപ്നത്തിൽ കണ്ടെത്തിന് വേദിക്കാം. നാളെ സുബൈക്ക് നിങ്ങൾ പള്ളിക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയില്ലാതെ പേരിക്കാം. എന്നിട്ട് സുബൈക്ക് നിങ്ങൾ വന്ന പാട് ഞാൻ തൊള്ളേ ഞാൻ മദീനത്തുകളിൽ പോയി വന്നല്ലേ, മദീനത്ത് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്താക്കിയ അങ്ങനെ റൗളത്തിൽ പെർമിഷനെല്ലാം വേണ്ട, പെർമിഷനേ വേണ്ട. ഞാൻ പോയി തെറ്റേ 2-3 ഗಂಟೆ തെറ്റേ, അത് 10 ഗಂಟೆ തെറ്റേ. അത് ഉദാഹരണം 10 ഗಂಟೆ റൗളത്തുള്ളൂ. 12 സുബൈ 4 ഗಂಟೆ ഉള്ളൂ, എത്ര ഉള്ള ടൈം 4 ഗಂಟೆ ആയിട്ട് പോയിട്ട് ഉള്ളേ. അതിലിടയ്ക്ക് റൗളത്തിൽ 10 ഗಂಟೆ തെച്ചിട്ടായിരുന്നാണ്. അപ്പം നിങ്ങൾക്കുള്ള നിങ്ങൾ എന്തിനായിട്ടുണ്ടാക്കിയിട്ടുള്ളത്, നിങ്ങൾ ജാവ് സമയം തരല്ല ക്ലാസ്സെല്ലാം എടുക്കുമ്പോൾ ഇപ്പം എന്തിനായിട്ടുണ്ട്. അപ്പം ഞാൻ ചൊല്ലാൻ ഞാൻ കണ്ടത് ഉറപ്പാണ്. പക്ഷെ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നെ കൊണ്ട് സാധ്യമല്ല. എൻ്റെ ഇതൊരു ഭൗതികമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇതെങ്ങനെ വർണ്ണിക്കും, എങ്ങനെ വിശദീകരിക്കും? അതുകൊണ്ടാണ് മഹാന്മാർ ഞങ്ങളെ മുന്നോട്ട് സ്വത്ത് കൊണ്ടാണ്. കാരണം ഞങ്ങൾക്ക് ഇത് അർത്ഥാക്കി തരാൻ നമുക്ക് സാധ്യമാവില്ലേ. പക്ഷെ അങ്ങനെ അനുഭവമാണത്. ഞാൻ മദീനത്ത് പോയി നോക്കൂ, നീ കേൾക്കുക മദീനത്ത് പോകും, ഇത് വേണ്ടി നിനക്ക് അത് വേണ്ടി ഫ്ലൈറ്റ് കട്ട് എത്ര വേണ്ടി ഇതെന്ത് ചൊന്നൊരു കാര്യം. ഞാൻ പോയതൊക്കെ എൻ്റെ അനുഭവമാണ്, നേരിട്ട് ഞാൻ കണ്ടത്. അവിടെ എത്ര കണ്ട് തിരിച്ച അവിടെ ഇന്ന ആൾമാരല്ല ഞാൻ കണ്ടത്, സ്വപ്നമാണ് ഞാൻ ചൊന്നുകൊണ്ടുള്ളത്. അനുഭവത്തെ നിഷേധിക്കുകയാവില്ലേ. മാപ്പിളഞ്ഞായി രണ്ടാളും ഒരു റൂമിൽ ഇറങ്ങിയാൽ റൂം ഫുൾ ബന്ധാണ്, ഒരു എറുമ്പ് പോലും ഉൾക്കവരവ് സാധ്യയില്ല. അങ്ങനെ രാത്രി ഒരു 2 ഗಂಟೆ ആകുമ്പോൾ സഡൻ മാപ്പിള ഞെട്ടി ഉണർന്നിട്ട് മൊബൈൽ സുഖാക്കിയ ആന വന്നിട്ടുണ്ടാവും ചൊല്ലു. ആന വന്ന് ചെല്ലുമ്പോൾ പെഞ്ഞായി കേട്ടാൽ നീ ഉറങ്ങുമ്പോൾ സമയത്തല്ല ഇപ്പം എന്തായിട്ട് ഭാഗ്യരാജാവും ആന വന്നിട്ടു. ഈ റൂം ബീഗിട്ടർ ബായിലിട്ടതാണ്, ബന്ധാക്കിയതാണ്, എല്ലാം ബന്ധാക്കിയത്. എറുമ്പ് പോലും ഉൾക്കവരവ് സാധ്യയില്ല. അവിടെയാണ് എൻ്റെ മാപ്പിള ചെന്നുകൊണ്ടുള്ള ആന വന്ന് പേടിച്ച് ബെരച്ചുകൊണ്ടുള്ള ഓടുവാട്ടിയാണ് വന്നതല്ലേ. ആനമാ സിംഹമാ യന്ത്രം ഓടുവാട്ടിയാണ് വന്നത്. അപ്പോ പക്ഷെ ഓടിച്ചോണ്ട എനിക്ക് എന്തരമാ സമയമില്ല, വെറുതെ എന്ത് വിഷയം ആന എവിടെ കണ്ടേറ്റ ഓടിക്കേക്കരെ ഓടിച്ചെല്ലാം ഞാൻ കണ്ടതല്ല. ആന നല്ല ഓടുവാട്ടികൾ വന്നേ, ഓടുവാട്ടികൾ തെല്ലും ഞാൻ ബച്ചാവായ എത്ര ഇല്ല എൻ്റെ കൊന്നിട്ട് ആന ബിൽക്കുൾ നിങ്ങൾ സുബൈത്തോളം ശ്രമിച്ചെങ്കും ഈ പെണ്ണിടെ നമ്പാട്ടോ നിങ്ങളെ കൊണ്ട് സാധ്യയില്ല. അവൾ ചൊല്ല എങ്ങനെ വേണ്ടേണ്ട അവൾ കേൾക്കണം. അത് ഭൗതികമായ തലം കൊണ്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. അതിലെ ഇവിടെ സെറ്റാക്കിയ ഇന്നൊക്കെ അർത്ഥമാണെന്ന് ഞാൻ ചൊന്ന അത്ര 2 ഉദാഹരണം. യഥാർത്ഥത്തിൽ മഹാന്മാരായ സാലിഹ്യങ്ങൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കത് അർത്ഥമില്ല. ഞാൻ എൽ കെ ജിയിലേ ഉള്ള അങ്ങ് എത്രമാ ഡിഗ്രി ആക്കിയിട്ട് എവിടെ എത്തിയിട്ടായത് ഞാൻ അതിന് മേൽ പറഞ്ഞ് ശ്രമിക്കണേ ഇല്ല. ഞാൻ ചൊന്നല്ല 10 കുൽഹുവല്ലാഹു സ്വർഗത്തിലൊരു ഭവനം കിട്ടുമെന്ന് ചൊന്നിട്ട് 10ാമത്തെ വർഷത്തിൽ കേട്ടതാണ്. ഇന്നും 90ാമത്തെ വർഷത്തിൽ ഇതിനെ ഞെക്കടെന്ത് ചെയ്യട്ടെ സ്വർഗത്തെ ഭവനത്തിൽ ഞാൻ എൽ കെ ജിയിലെ നക്ക കൂലിക്ക് വേനായിട്ട് മാത്രം പണിയെടുക്കുന്ന ആളാണ്. ഇത് തന്നെ റബ്ബുടെ പീസനക്ക് വന്നിട്ടേ ഇല്ല. അതാണ് ചൊന്നെ ഞാൻ അന്യമുള്ള അടിയിലേ ഉള്ള അവിടെയാണ് ഈ മഹാന്മാരെ ഭാഷണക്കർത്താവാക്കോ ഇമാം ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ മുട്ട മജ്ലിസിൽ ഇങ്ങനെ വെച്ചിട്ടിരിക്കുമ്പോൾ കാതുക് വന്നിട്ട് ഒരു പക്ഷി ഇങ്ങനെ മുണ്ടി ഉടനെ ചൊല്ലു പക്ഷിരൊട്ടിയെ നിന്റെ ഞാൻ ഒരാളെ കടത്തിത്തണ്ടേ. അപ്പ പക്ഷി എന്തൊരു ചൊന്ന കൊണ്ടുണ്ട ആരാരെ കടത്തുകല്ല വന്നതാണ് നിങ്ങമേ വേണം നക്കൻ മായഫീനി ഇല്ല നിങ്ങമേ വേണം. അങ്ങനെ ചെന്നപ്പ ഇയാൾ വാഹനത്തെ പറ്റിയിട്ട് ഇസ്കന്ദരിയത്തിലാണ് ഉണ്ട് അലക്സാണ്ടറി ആയിട്ട് ഈജിപ്ത് അങ്ങനെ പറ്റിയിട്ട് ജാമിയ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടെ ഈജിപ്തിലെ പിന്നൊരു പള്ളിയാണ് പോയോണ്ടുള്ളത്. എന്നിട്ട് പോയിട്ട് ചൊന്തു അവിടെ പോയിട്ട് അപ്പൊ യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അവിടെ പോയിട്ട് ചെന്നിട്ട് ഇജ്മഊനി അലാ ഫുലാൻ അൽ മുഅദ്ദിൻ, ഈ പള്ളിയുടെ മുഅദ്ദിനായ ഒരാളുണ്ടല്ലേ അയാളെ നിങ്ങൾ ഒന്ന് വിളിച്ച പറഞ്ഞു ചൊന്നു. അങ്ങനെ അയാളും വിളിച്ച വന്നാർ, എല്ലാവരും വന്നാർ. എന്നിട്ട് ഇയാൾ ചൊന്നു ഹാദിയിൽ യമാമത്തു അഖ്ബറത്നി ബിൽ ഇസ്കന്ദരിയ, ഈ ചൊന്ന പക്ഷി അലക്സാണ്ടരിയത്തിൽ വന്നിട്ട് നണ്ടൊട്ടിಗೆ ചൊന്നരെന്തര വന്നുണ്ട ഇതിലെ കുഞ്ഞിലെല്ല നിങ്ങൾ അർക്കിടാറുണ്ട് വിഷയം കേസതാണ്. ഞാൻ എത്ര കുഞ്ഞ് വെച്ചെങ്കിലും എൻ്റെ കുഞ്ഞിൽ അർക്കിടിയാള് കേസത്. മിനാറത്തിൽ കുഞ്ഞ് വെക്കുമ്പോൾ വന്നിട്ട് അർത്ഥമുണ്ടോ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടുണ്ടോ. ഫഖാല അപ്പ ഇയാൾ ചൊന്നു സദഖ്ത അല്ലെങ്കിൽ സദഖത്ത ചൊന്നത് നേരാണ്, നിങ്ങൾ ചെന്നത് നേരാണ്, ഞാൻ ചെമ്മ വിട്ടതിൽ അർത്ഥേ. ഫഖാല യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു ചൊന്നു ലാ തഉദ്, ഇനി അങ്ങനെ ആക്കോതിരാണ്. അതാണ് ചൊല്ലുന്നത് ജീവിങ്ങൾക്ക് ഒരേ ശിഫാറസാക്കണമെങ്കിൽ എത്ത ആള് ഇത് എന്ത് മർത്തബായിട്ടിരിക്കണോ പറയും. ഇതാര് ഇയാളെ ഉസ്താദാണ് അബുൽ അബ്ബാസ് അൽ മുർസി, അയാളെ ഉസ്താദാണ് ഇമാം ഷാദിലി റളിയല്ലാഹു അൻഹു. യാഖൂത്തുൽ അർശ് ചൊന്നു പിന്നെ നിങ്ങൾ തൗബ കറുന്നു തുബ്തു ഇലല്ലാഹ്, ഞാൻ അല്ലാഹു തൗബാക്കിയാൻ ചൊന്നു വറജഅ ശൈഖ് ഇല ഇസ്കന്ദരിയ. എന്നിട്ട് ആ മഹാൻ നേരെ ഇസ്കന്ദരിയത്തിൽ കൊണ്ടുണ്ടാണ്. അപ്പോ ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹുടെ വകയാണ് ചെന്ന്. അപ്പൊ സാധുനി ത്വരീഖത്തിലുള്ള എനിക്കെത്ത ശിഷ്യന്മാർ മഹാന്മാർ ഞങ്ങളെ കേരളത്തിൽ നിന്നാർ വടകര മുഹമ്മദ് ആദി തങ്ങൾ ചെന്നത്
ಕೇಟ ನೀಕುವಾರ 1998 ರಬಿಯುಲ್ ಅವಲ್ 27 ಗಾನ ಆ ಮಹಾನ್ ವಫಾತವರು ഷാദുലി ത്വരീഖത്രവിന്റെ ഖലീഫായിട്ട് തയ്യാർ 20ನೇ ശതമാനം കണ്ട കേരളം കണ്ട വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ് സി എം വലിയുള്ളാഹിനെ പോലെ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ. അല്ലാഹു ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമുക്ക് വലിയ സന്തോഷവും ഇൽമും തഖ്വയും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഈ ചൊന്ന മഹാന്മാരെല്ലാം ആത്മീയത്തിന്റെ വെളിച്ചം കിട്ടിയെങ്കിൽ താഴ്മാറുണ്ടാ ചൊന്ന് കൽബുകൾക്ക് വെളിച്ചം കിട്ടിയിട്ട് ഇപ്പൊ നമ്മ ഇസ്ലാമിന്റെ ಬಗ್ಗೆ ചൊല്ല ഇസ്ലാം നിസ്കരിക്കട നോമ്പെടുക്കട ഇസ്ലാം ಕಾರ್ಯ ನಂಗೊಂದುಂಡು ಈಮಾನ್ ಕಾರ್ಯ ಒಂದುಂಡು ಅದರ ಬಗ್ಗೆ ಇಸ್ಲಾಮದ ಬಗ್ಗೆ ತಫ್ಸೀರ್ ಬಹರುಲ್ ಮದೀದ್ ಬಹುಮಾನപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തഫ്സീർ അതിൽ ചൊന്നത് ഇസ്ലാം ചൊന്നെങ്കിൽ കണ്ണുജു നക്ഷത്രങ്ങളെ പോലെ ഇസ്ലാമിന്റെ ഒരു ഉദാഹരണമാകും നക്ഷത്രം. ഈമാൻ ചൊന്നെങ്കിൽ കമർ അത് ചന്ദ്രനെ പോലെയാണ് നക്ഷത്രന്യമായി നമുക്ക് അത് കാണില്ല. ഇസ്ലാം ചൊന്നെങ്കിൽ അതുകൊണ്ട് കൂട്ടാം. ഈമാൻ ചൊന്നെങ്കിൽ ചന്ദ്രനെ പോലെ ഒന്നുകൂടി തിളക്കമുണ്ട്. ഇഹ്സാൻ ചൊന്നെങ്കിൽ ശംസി അത് സൂര്യനെ പോലെ. ഈ സൂര്യനാണ് പറഞ്ഞ ഈ സൂര്യൻ വരുമ്പോ ബാക്കിയുള്ളതെല്ലാം മങ്ങിപ്പോണ്ടു ചൊന്നെങ്കിൽ അതെല്ലാം കിട്ടിയിട്ട് അവസാനം ഈ സൂര്യൻ കിട്ടണു. എന്താണ് ഇഹ്സാൻ? ഇസ്ലാമിന്റെ ಬಗ್ಗೆ നമുക്കൊന്നും ഇസ്ലാം കാര്യങ്ങൾ 5 ഈമാൻ കാര്യങ്ങൾ 6 നിങ്ങൾ പഠിച്ചത്. ഇസ്ലാം ഈമാൻ അടുത്ത സ്റ്റെപ്പാണ് ഇഹ്സാൻ. ഇതെല്ലാം വേണമുണ്ടാകും. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് അഖ്ബിർനി അനിൽ ഇസ്ലാം അല്ലേ ഒരു ഹദീസ് നീണ്ട ഹദീസ് അതിപ്പോ ആ ഹദീസേ വലിയ ഉദ്ധത്തെ ഹദീസാണ്. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരാള് ബെൽറ്റ് ഡ്രസ് ഇട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മദീനത്തെ പള്ളിയിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇങ്ങനെ ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ വന്ന് അയാളെ തടിയിൽ ഒരു യാത്രയുടെ അടയാളം കാണില്ല. ഡ്രസ്സെല്ലാം നല്ല ഇസ്തിരിയിട്ട് ചന്തായിട്ടുണ്ട് ഭയങ്കര ചന്ത പോലെ കാണും. അങ്ങനത്തെ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടി ഇങ്ങനെ ചേർത്തിട്ട് ധരിച്ചിട്ട് പഠിക്കുന്ന ആൾമാർ അഥവാണ് ഇങ്ങനെ മുട്ട ധരിച്ചിട്ട് ഇങ്ങനെ കേൾക്കും. അങ്ങനെ ഇസ്ലാം ചൊന്നെങ്കിൽ എന്തിരേ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എല്ലാം പരിപാടി കൊടുക്കും. അപ്പൊ അയാൾ സ്വതത്താണ് തന്നു നീ ചൊന്നെ നേര് ஒரு மறுபடியும் சொல்றது எனக்கு ஒரு அற்புதம் மறுபடியும் டீக்கிற ப்ரொடெக்ஷன் காக்கோ இதாகும் അങ്ങനെ ക്വസ്റ്റ്യൻ കേട്ടോണ്ടുണ്ട് ആൻസർ ആക്കിയിട്ടാണ് നിങ്ങൾ ചൊന്ന നേരിട്ട് അപ്പൊ ഇയാൾ ഗൊന്തുണ്ടോ ഫസ്റ്റ് അപ്പൊ ഇതാണ് നമുക്ക് അന്തജായി. പിന്നെ സുഹൃത്ത് അഖ്ബിർനി അനിൽ ഈമാൻ ഈമാന്റെ ಬಗ್ಗೆ ചെല്ലുള്ളൂ. ഈമാന്റെ ಬಗ್ಗೆ ചെല്ലുള്ളൂ ചെന്നപ്പോ ചൊന്നു കൊടുത്തു. ഇത് പഠിപ്പാട്ടുള്ള ശൈലിയാണ്. അപ്പോഴും ഈ ബന്ധാൽ ചെന്നുകൊണ്ടുള്ള സദാ നിങ്ങൾ ചെന്ന് നേരിടും. നമുക്ക് വലിയ അത്ഭുതമായിട്ടുണ്ട്. ഇതെന്തിനാ കേട്ടോണ്ടുണ്ടു നേര് യെസ് വെച്ചോണ്ടുണ്ടു ടെസ്റ്റ് ആക്കി വന്നിടാവാം. അങ്ങനെ അവസാനം ഇഹ്സാന്റെ ಬಗ್ಗೆ കേൾക്കരുത്. ഇത് പിന്നെ ഇങ്ങൾക്ക് ഒന്നായ 3 നാൾ കഴിഞ്ഞാൽ പിന്നെ ഇതാറ് വലിയ അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കേൾക്കരുത് വന്നതാറ് നീ കൊണ്ടുണ്ടാ ആ വന്നത് അക്ക ജിബ്രീൽ അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും നിങ്ങളെ ദീൻ നിങ്ങൾക്ക് പഠിപ്പാട്ടുകളാണ് വന്നത്. അപ്പൊ ഈ ഹദീസ് ജിബ്രീലിൽ ഇസ്ലാം ഉണ്ട് ഈമാൻ ഉണ്ട്. പിന്നെ കേൾക്കരുത് അഖ്ബിർനി അനിൽ ഇഹ്സാൻ ഇഹ്സാൻ ചൊന്നെങ്കിൽ എന്തിനാ അതൊന്നും ചെന്തവാറ ഇവിടെ ഞങ്ങളെ ചർച്ച അതാണ് ഇഹ്സാൻ. ഈ ചൊന്ന ആൾമാർക്ക് അത് അങ്ങ് മുങ്ങിപ്പോയാൽ അത് കിട്ടിച്ച് ഇഹ്സാൻ ചൊന്നെങ്കിൽ എന്തിനാ മറുപടി അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ നീ നിന്റെ റബ്ബുക്ക് ഇബാദത്ത് എടുക്കണോ. എങ്ങനെ വന്നുണ്ട റബ്ബുടെ നീ കാണും പോലെ ഇബാദത്ത് എടുക്കണോ. നാം ഇബാദത്തിന് നിൽക്കുമ്പോ നിസ്കാരത്തിലാവട്ടെ നോമ്പുകാവട്ടെ സക്ക ഏത് ഇബാദത്തിൽ നിൽക്കുമ്പോ നിന്റെ മുന്നിൽ നിന്റെ റബ്ബുള്ളാണ്ടായെങ്കിൽ ആ ഒരു ഇബാദത്തിലെ പവർ എത്രയായിട്ടിക്കോ ആത്മീയത്തെ എത്രയായിട്ടിക്കോ അങ്ങനെ പറഞ്ഞുണ്ടാ ചെന്നോളൂ. ഇതാണ് ഇഹ്സാൻ. ഇത് ഭയങ്കരമായ ഒരു അന്തത്തിൽ എത്തിയിട്ട് റബ്ബ് നിന്റെ മുന്നിൽ ഇന്ന പോലെയാണ്. ആ നിസ്കാരത്തിലാണ് അർത്ഥമില്ലേ. അല്ലെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു നിസ്കാരത്തിൽ ചെല്ലല്ലേ അത്തഹിയാത്തിൽ എന്താണ് അതിനർത്ഥം? ഈ അസ്സലാമു അലൈക്കാൻ ചൊല്ലിട്ട് ആള് നിന്റെ എതിരിലേ ഇന്ന പോലെ ആവണോ. ഗസാലി ഇമാം ചൊല്ലിട്ട് ഇത് നീ ചെല്ലുമ്പോ നിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇന്ന പോലെ നിൽക്കാവുന്നു എതിരിൽ കണ്ട പോലെ അങ്ങനെയാണ് സലാം ചൊല്ലണത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമിന്റെ ಬಗ್ಗೆ കേട്ടത് ഈമാന്റെ ಬಗ್ಗೆ കേട്ടത് അത് പരിപാടി കൊടുത്തു. പിന്നെ കേട്ടത് അഖ്ബിർനി അനിൽ ഇഹ്സാൻ അതിക്ക് മറുപടി അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ റബ്ബിനെ കാണും പോലെ ഇബാദത്ത് എടുക്കണോ. ഫൈലം തകുൻ തറാഹു ഫഇന്നഹു യറാ ഒന്നാമത്തെ മർത്തബ അത് ഞാൻ നിസ്കാരത്തിൽ കൈകെട്ടി നക്ക് നിന്റെ റബ്ബിനെ കണ്ടു. അതാണ് ഞാൻ ചൊല്ലുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു ചൊല്ലുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ഓ നബിയായിട്ടുള്ളവരെ നിങ്ങളെ മേലിൽ അല്ലാഹുവിന്റെ സലാമിക്കട്ട് വിളിച്ചിട്ട് ചെല്ലുമ്പോൾ നേര എതിരിൽ ഇന്ന പോലെ വേണമെന്ന് ഗസാലി ഇമാം ചൊല്ലുന്നു. അതോ ആ ഒരു ഹുദൂറിന് മുശാഹദത്തിന് സാന്നിധ്യത്തിന് ഏറ്റവും സാധ്യമാവുന്നുണ്ടാ ചെന്നോളൂ. അത് കാരണം വിശാലത്തുള്ള ലയിച്ചു കൊണ്ടുപോകും. അപ്പൊ ഇവിടെ റബ്ബിന് നേർക്ക് നേരെ കാണും പോലെ ഇബാദത്ത് എടുക്കണം. ഇതാണ് ഇഹ്സാൻ.
ഇനി ആ ഒരു ഹന്തത്തിൽ നിന്നൊക്കെ എത്തുകയില്ലാണ്ട് അതിൻ്റെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഫൈലം തക്കും തറാവും ഫൈന്നഹു യറാ. നിക്കൗണ്ട് കാണുകയില്ല, നിന്റെ ഈ കണ്ണും നിന്റെ കൽബിയുടെ കണ്ണും മെയ്യായില്ല അപ്പോൾ ഫൈന്നഹു യറാ, നിന്റെ അവന് കാണണ്ട ആ ബോധത്തിലെങ്കിലും ഞാൻ നിസ്കരിക്കുന്നു ാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം തൊട്ടിയെ ചൊന്നു കൊടുത്തോളൂ. ഇതാണ് ഇഹ്സാൻ. ഇതില്ലാണ്ടെങ്കിൽ ഈ ആഖ്യാനിക്കത്തെ ഇബാദത്ത് യാന്ത്രികാവുള്ളൂ. അതൊരു പിന്നെ പണി ഞാൻ ആഖ്യാന്റെ മാത്രമാണ്. പക്ഷെ അത് ഈ ചൊന്ന ആത്മീയത്തെ കൊണ്ട് ലദ്ദത്ത് കൊണ്ട് നിറഞ്ഞ ഇബാദത്താവില്ല, പെർഫെക്റ്റ് ആവില്ല. അതാക്കുകയാണ് പണിയെടുക്കണായ. നക്ക് നന്റെ റബ്ബിടെ കാണുക ഇല്ലെങ്കിലും നന്റെ റബ്ബ് നന്റെ കാണാൻ ചൊല്ല ഇബാദത്ത് ഭയങ്കര ഇബാദത്തായിരിക്കും. അവിടെ നിസ്കാരത്തിൽ നിൽക്കുമ്പോ പിന്നെ വേറെ വിഷയമേ ഇല്ല, നിസ്കാരത്തിൽ നിൽക്കുമ്പോ വേറെ വിഷയമില്ല. അതാണ് ഇതിൽ ഒരു സംഭവം ചൊല്ലു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ നിസ്കാരം അങ്ങനത്തെ പിന്നെ അവിടെ സംശയത്തിനിടയില്ല. ആ ചോദ്യം ബഹുമാനപ്പെട്ട ഷാറാനി ഇമാമാണ് വിശദീകരിക്കുന്നത്. ഷൈബാനുർ റായിയും ചൊല്ല വലിയ മഹാൻ ഷാഫി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു. ഷാഫി ഇമാം ഷൈബാനുർ റായി ചൊല്ലാതെ മാത്രമുള്ള വലിയ ആളാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി കൊടുക്കുക ഒരു ചോദ്യം കേട്ട് കിടത്ത്. ഒരാൾ നിസ്കാരത്തെ മറക്കിട്, ഇത് ഏത് നിസ്കാരാണ്ടെ അയാൾ ഗോത്തില്ല എങ്കിൽ അയാൾ അവസ്ഥ എന്തിന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ. അപ്പോ ഷൈബാൻ റളിയല്ലാഹു അൻഹു മറുപടി മസലന്തു ചൊന്നുണ്ട്. അയാൾ ചൊന്നു ആദാ റജുലുൻ ഗഫല അനില്ലാഹി അസ്സ വജൽ ഫജസാഉഹു അൻ യുഅദ്ദബ്. ഇത് ആര് കണ്ടുണ്ട്? ഇതൊരു മനുഷ്യനാണ്, ഇയാൾക്ക് അള്ളാഹുടെ വലിയ ശ്രദ്ധയില്ല. അങ്ങനത്തെ ഒരാൾ അതപടി പാടുന്നു ഫസ്റ്റ്, പിന്നെ മസല വഴിപാടുമായി നമ്മൾ കൊണ്ടു. നിസ്കാരം ഇത് 4 ഐത്ത 5 ഐത്ത സംശയിത്തു അവർ മസലകെ കേൾപ്പാം. അല്ലെങ്കിൽ എൻ്റെ സുജു 2 ഐത്ത 1 ഐത്ത എന്താ ഞങ്ങൾ മസല ചൊല്ലാൻ സംശയം കൂടി സുജൂതിയിലൊന്നും ചൊല്ല സുലാഭത്തിൽ മസല ചൊല്ലിട്ട് തീർത്തവിടെ. പക്ഷെ അയാളെ മറുപടി അതല്ല, അവന് അതപടി പാട്ടണോ, അവൻ ആരെ മുന്നിൽ നിന്നു പഠിച്ചുകൊണ്ട് മുന്നിൽ നിസ്കരിക്കൂ നിന്നിട്ട് അശ്രദ്ധ ആയെങ്കിലത്തെ ആളാ അയാൾ കഥ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊന്നുകൊണ്ട് കാരണം പഠിച്ചുകൊണ്ട് മുന്നിൽ നിന്റെ ഒരാൾക്ക് ഇങ്ങനെ ആവില്ലേ. അവൻ നിസ്കാരത്ത് കൈകെട്ടി വടച്ചോറിയത് സുഖാക്കിയാൻ വരിക്കണം, തലകെട്ട് കെട്ട് സുഖാക്കിയാൻ വരിക. എത്ര ആളെ നിസ്കാര പാട്ടിലായിട്ട് ഇക്കൊന്നുണ്ടോ? പഠിച്ചവനെ അങ്ങനെ ആക്കും, പഠിച്ചവനെ ഇങ്ങനെ ചൊറിയിൽ ചേർന്ന പോകട്ടെ, അത് ഏതായാലും പോയിട്ട് നിസ്കാരം ഇതവൻ ഗൊന്തുണ്ട്. ഞാൻ 3 വട്ടം ആടിയെങ്കിൽ തന്നെ നിസ്കാരം പോകുന്നു ഞാൻ പഠിച്ചില്ല. എന്നിട്ട് എത്ര വട്ടാണ് ഞാൻ ആടും, എത്ര വട്ടാണ് ചോദ്യം, എത്ര വട്ടാണ് തന്നെ മുണ്ട് കെട്ടിയുണ്ട്. ഇതെല്ലാം ഞങ്ങളെ പലപ്പോഴും നിസ്കാരത്തിൽ കണ്ടുണ്ടാവുമ്പോ ഞങ്ങൾ നിസ്കാരത്തെ പറ്റി നമുക്ക് അയച്ചനാക്കാം. എഹ്സാൻ ചൊന്നെങ്കില് നിന്റെ റബ്ബിടെ നിക്ക് കാണുകയാവണോ വേണ്ട, ആ റബ്ബ് നിന്റെ കാണാനുള്ള ബോധത്തിലുള്ള നിസ്കാരം വേണോ ഇക്കട്ടെ. ഇതൊക്കെയാണ് എഹ്സാൻ എന്ന് ചൊല്ല്. അപ്പൊ ഈ ഇഹ്സാന്റെ വെളിച്ചം ഖൽബിൽ കിട്ടുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹാന്മാരും ആ വെളിച്ചം തേടിപ്പോയിട്ട് ആ വെളിച്ചം കിട്ടാത്തവരാണ്. അവിടെ ബഹുമാനപ്പെട്ട ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു ഒരു കിതാബുണ്ട്, അദ്കിയ എന്നുള്ള കിതാബ്. അതിൽ തസവുഫാണ് പരിപാടി. ഹിദായത്തുൽ അദ്കിയ ഇലാ തരീഖിൽ ഔലിയാ, മഹാന്മാരെ വഴിയിലേക്ക് ബുദ്ധിമാന്മാർക്ക് തെരുകാട്ടി കൊടുക്കണമെങ്കിൽ ഒരു കിതാബാണ്. അതിൽ ശരീഅത്തിനെ പറ്റി ചൊല്ലുന്നത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ശരീഅത്താണ്. എന്താണ് ശരീഅത്ത് എന്ന് ചൊല്ലുന്നെങ്കിൽ ഫശരീഅത്തുൻ അഖ്ദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വൻ നഹി ജറാ. ശരീഅത്ത് എന്ന് ചൊല്ലുന്നെങ്കിൽ പഠിത്തോണ്ട ദീന് അങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഏറ്റവും സെറ്റ് പാലിക്കുന്നതാണ് ശരീഅത്ത്. ത്വരീഖത്ത് അതിന്റെ അപ്പുറമാണ്, അതിനപ്പുറത്ത് അതിന് ഉദാഹരണം ചൊല്ലും. ത്വരീഖത്താവുമ്പോ ഭയങ്കര സൂക്ഷ്മമായ ഒരു അർത്ഥത്തെ എത്തിയിട്ട് ഹഖീഖത്താവുമ്പോ പഠിത്തോണ്ട വെളിച്ചം കൽബുകൾക്ക് കിട്ടിയിട്ട് അത് കാണുമ്പോഴത്തെ ഒരു അവസ്ഥ എത്തിയിട്ട് ഫശരീഅത്തുൻ കസഫീനത്തിൻ വത്വരീഖത്തുൻ. ശരീഅത്ത് ചൊന്നെങ്കിൽ കപ്പൽ പോലെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ത്വരീഖത്ത് ചൊന്നെങ്കിൽ അത് കടൽ പോലെയാണ്. അതേ സമയത്ത് ഹഖീഖത്ത് ചൊന്നെങ്കിൽ കടലിന് ആഴത്തിലുള്ള മുത്തുറക്കം പോലെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവിടെ എത്തവും സാധ്യമാവുന്നു. മൊത്തത്തിൽ ഞാൻ ചൊന്നതര വൽഹാസിൽ ടോട്ടൽ എന്തിനും ചൊന്നെങ്കിൽ ഞങ്ങ ഒരു മുസ്ലിമോ മോമിനോട് ചെല്ലുമ്പോ ഞങ്ങ ഈ ചൊന്ന വെളിച്ചം അല്പമെങ്കിലും കൽബ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. ഷാദിനിമാവിടെ ക്ലാസ് കേൾക്കുമ്പോ നക്ക് ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കുള്ളേ. അത് അത്രയും വലിയ അന്തത്ത് മർത്തവത്തിൽ എത്തിപ്പോയാറ് ഈ 100 പ്രകാശം നമുക്ക് കിട്ടിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാദിലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ അങ്ങ് ചൊല്ലെ ഞങ്ങളെ ഷെയ്ഖാരൻ കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങാട്ടാണ് ചൊല്ലുകൊണ്ടുള്ളേ. നിങ്ങൾ ഷെയ്ഖാരൻ കേട്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലേ ഷാദിലി ഇമാം എപ്പോ വഫാത്തായിട്ട് 656 ഉണ്ടല്ലോ. ഞാൻ ചൊന്ന 656 വഫാത്തായി ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് എത്ര വർഷമായിട്ട്? ആ ഷാദിലി ഇമാം ഈ ചൊന്ന മഹത്വവും ഇതെല്ലാം എവിടെ നേരിട്ട് പിടിക്കണം ചെന്നെങ്കിൽ
അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടത്തമേ നേരിട്ട് നമുക്ക് കിട്ടിയോണ്ടുണ്ടാകും. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു ചൊല്ലിക്കത്ത ഒരാളുണ്ട്. ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു ഞാൻ ഇക്കാൻ ചെന്ന് ഈ ഷാദുലി ത്വരീഖത്ത് ആൾമാരെല്ലാം നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെട്ടിയ നേരെ മുൻട്രക്കത്ത ആൾമാരാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടത്തെ മഹത്വങ്ങൾ കിട്ടിയ ആൾമാരാണ്. അപ്പൊ ഈ ചൊന്ന ബഹുമാനപ്പെട്ട അശ്ശൈഖ് ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു അയാൾ ചെന്ന് നഹ്നു ഫിദ് ദുനിയ ഖംസത്തുൻ ലാ ശൈഖ ലനാ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ഞങ്ങൾ 5 ആൾമാരുള്ള ഈ 5 ആൾമാർക്ക് ഷെയ്ഖാർ വന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഡയറക്റ്റ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്ന ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചൊന്നുകൊണ്ടുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു ചൊല്ലിക്കത്ത മഹാനാണ്. ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു അയാളെ ഷെയ്ഖാരൻ കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ധാരാളം കണ്ടോണ്ടിരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാൾ അപ്പൊ ഉമ്മയുടെ ഉപയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ആ ഉമ്മയുടെ ചൊല്ലുന്നുണ്ട്, യാ വലദി ഇന്നമർ റജുലു മയ്യജ്തമിഉ ബിഹി ഫിൽ യഖ്ള. നീ ആണായിട്ടില്ല ചൊല്ലുന്നുള്ളൂ, ആണായിട്ടില്ല ആണുമോണോട്ട് ആലോചിച്ചെങ്കിൽ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളല്ല, നേരെ കണ്ടെങ്കിൽ ആളുണ്ട് ചൊല്ലുന്നുള്ളൂ. അതും ഞാൻ ചെന്ന് ഞങ്ങൾക്ക് അർത്ഥാവാത്ത ഭാഷയാണ്. ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹു ചെന്ന് 70 ചില്ലാറ വട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ ഞാൻ കണ്ടേ. ഇങ്ങനെ യഖ്ളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടങ്ങളെ ಬಗ್ಗೆ കിതാബുണ്ട്. ഞാൻ കിട്ടിയുള്ളൂ സ്വപ്നത്തിൽ കണ്ട ആൾമാരെ പറ്റി ആയിരക്കണക്കിൽ പേജ് കിതാബിന്റെ മഹാന്മാരുള്ള ഇവിടെ ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെന്നോട്ട കണ്ടപ്പോ ഉമ്മ ഇങ്ങനത്തെ ഉമ്മയായിരിക്കും. ഉമ്മ ചൊല്ലേ നീ റജുലായിട്ടില്ല ആണായിട്ടില്ല ആണാവുന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ കാണണോ. ഫലമ്മ സാറ യജ്തമിഉ ബിഹി ഫിൽ യഖ്ള. പിന്നെ നോക്കുമ്പോ ഇബ്രാഹിമുൽ മത്ബൂലിന്റെ ഹന്ത ഭയങ്കര ഉയർന്നു പോയിട്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവുകൾ കണ്ട് വിഷയങ്ങളെല്ലാം ഡയറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ളപ്പോൾ ഉമ്മ ചെന്നത് അത് ശറഅത ഫീ മഖാമിർ റുജൂലിയ. ആണിങ്ങളെ സ്ഥാനത്ത് നീ സ്റ്റെപ്പ് വെച്ച് തുടങ്ങിക്കൊണ്ടുള്ളതാണ് പ്രിയപ്പെട്ട ഉമ്മ ചെന്നുകൊണ്ടുള്ളത്. ആ ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു ആണ് ചൊല്ലെ ദുനിയാവിൽ ഞങ്ങൾ 5 ആൾമാരുള്ള ഞങ്ങളെ ഷെയ്ഖാർ വന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് നാണ്, പിന്നൊന്ന ഷെയ്ഖ് അബൂ മദിയൻ, പിന്നൊന്ന ഷെയ്ഖ് അബ്ദുർ റഹീമുൽ ഖനാവി, പിന്നൊന്ന ഷെയ്ഖ് അബൂ സഊദ് ഇബ്നുൽ അശായിർ, പിന്നൊന്ന് ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു അജ്മഈൻ. ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുയുടെ വകയാണ് ചൊന്ന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ കണ്ടെങ്കിത്ത ആളാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ചൊന്ന മഹാന്മാരെല്ലാം കൽബുകൾ നല്ല ആത്മീയത്തിന്റെ വെളിച്ചം കിട്ടിയിട്ട് എക്സാം കിട്ടിയിട്ട് അതിൽ രാജാവാണ് ഞങ്ങൾ ഇപ്പൊ ചൊന്നുകൊണ്ടുള്ള അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ചൊല്ലിക്കത്ത മഹാൻ. അവൻ നല്ല ആൾമാരെ സാലിഹീങ്ങളെ സഹവാസത്തിൽ പോകണ്ടേ, തേടിയോണ്ട് പോകണ്ടേ, നിനക്ക് നന്നാവണം, നിന്റെ സ്റ്റെപ്പ് ഇന്നത്താട്ടി ഉഷാറാവണം, ഇന്ന് ഞാൻ ഇന്നത്താട്ടി അള്ളാഹുവിന്റെ പിന്നെയും അടുക്കണം. അത് തീരാത്ത കടലാണ്, അത്രയും വലിയ സാഗറാണ്. പടച്ചുകൊണ്ട് അറിയും സാധ്യമാവും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ ചെന്ന് നക്ക് നിന്റെ കാണുമെന്ന് കാട്ടിത്തരണോ? മൂസാ നബി അലൈഹി സ്വലാം സാധ്യമില്ല, കൈ പിന്നെ വന്നാൽ അത് സാധ്യമാവും. പക്ഷെ ശ്രമമാണ്, നിരന്തരമായ ശ്രമത്തിൽ അങ്ങ് എവിടെ എത്തിയാൽ അവിടെ എത്തിയിട്ട് അത് തീരില്ല, അത് തുടക്കാണ്. പിന്നെയും അവിടെ എത്തിയാറുണ്ടായി അത് വീണ്ടും തുടക്കാണ്, തീരില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നല്ലേ റബ്ബി അരിനി നക്ക് നിന്റെ കാട്ടിത്തരണോ, നക്ക് നീ കാട്ടിത്തരണോ ചെന്നപ്പോ ലൻ തറാനി സാധ്യമല്ലാത്ത ചെന്നോളൂ. ഒരിക്കലും തന്നെ എനിക്ക് ദുനിയാവിൽ കാണുന്നത് സാധ്യമല്ല. ആരൊട്ടിയെ ലോകത്ത് ചെല്ലുന്ന നമുക്ക് ചെല്ല 3ാമത്തെ നമ്പറാണ്, 3ാമത്തെ ആളാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഫലമ്മാ തജല്ല അല്ലാഹുവിന്റെ വെളിച്ചം പ്രകാശം ഒരൽപ്പം പരിശുദ്ധമായ തൂർസീന മലക്കങ്ങ് പോന്നപ്പോ അതങ്ങ് പൊടിയായി പോയിട്ടുണ്ടല്ലേ. പരിശുദ്ധ ഖുർആനാണ്, വേറെ ചെന്നതല്ല. അപ്പൊ അള്ളാഹുടെ അറിവ് ആർക്കാണ് സാധ്യം? ഈ ലോകത്തെ പ്രപഞ്ചത്തെ ശ്രദ്ധിച്ച് പരിപാലിക്കണമെങ്കിൽ റബ്ബുടെ പ്രപഞ്ചത്തെ അത്ഭുതങ്ങൾ മാത്രം ചെന്നെങ്കിൽ ഞങ്ങൾ ഞെട്ടിപ്പോവാം. ഞാൻ ക്ലാസ്സിൽ നിങ്ങളെ ഉസ്താദ് വന്നിട്ട് ഗോളശാസ്ത്രത്തെ വരെ കുറച്ചയാൾ ചൊന്നു മൊക്കാകണ്ട ചൊന്തു എന്ത് വെറും തുടങ്ങിയത് മാത്രം. തുടങ്ങുമ്പോ ഓരോ ഗോളത്തെ വെളുപ്പാണ് ഇന്നത്തെ സയൻസ് കണ്ടുപിടിച്ച് ചൊന്നുകൊണ്ടുള്ളേ. ഭൂമി ഇത്രേ ചെറിയുള്ളേ. ഭൂമി ഒരു പക്കത്ത് പിന്നൊരു പക്കത്ത് വെറും 40,000 കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ ഭൂമിയിലെ തുടങ്ങിയവിടെ എത്തുക. ഭൂമി എന്തും അല്ല, അതിനപ്പുറത്ത് എന്തെല്ലാം ഉണ്ട്. സൂര്യ ഉണ്ട്, ഞങ്ങളുടെ ഗാലക്സി ഉണ്ട്. ആ ഗാലക്സിയിൽ കയ്യും കണക്കുമില്ലാത്ത നക്ഷത്രങ്ങളുണ്ട്, സൂര്യരാശികളുണ്ട്. ആ ഒരു ഗാലക്സി എന്തല്ല, ലക്ഷക്കണക്കിൽ ഗാലക്സി വേറെ ഉണ്ടാകുള്ളൂ. എങ്കിൽ ഇതെല്ലാം പടച്ചെങ്കത്തോട് അവിടെ എങ്ങനെ മനസ്സിലാക്കൂ? സാധ്യമേ അല്ല. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയില്ല. എന്നാലും അള്ളാഹുടെ മുട്ട എത്തുള്ള ശ്രമമാണ്
അത് ലോകത്ത് കഴിഞ്ഞുപോ എല്ലാ മഹാന്മാരും ആ വഴിയിൽ സഞ്ചരിച്ചാറാവാം. അതുകൊണ്ടാണ് ഞാൻ ചൊന്നത് ഹയാത്തുള്ള എനിക്കെത്ത ശൈഖന്മാർ ഔലിയാവ് അങ്ങനത്തെ ആൾമാരെ ചിലപ്പോ എനിക്കിണ്ട് കാണണമെന്നില്ല. പക്ഷേ കിട്ടിയങ്ങളെ കണ്ടങ്ങളെ ബാക്കിൽ പോകും തീരാണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള. കാരണം ആ ഗൈഡ് ചിലപ്പോൾ സമയക്കാല അവൻ നേർക്ക് നേരെ ഫസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടേക്കും, പിന്നെ അവൻ തന്റെ സർവനാശത്തുക്കും പോയിട്ട് എത്തുക. പക്ഷേ ഞങ്ങൾ കുറെ മഹാന്മാരെ ಬಗ್ಗೆ പഠിച്ചില്ല. ഞങ്ങളെ സിയാറത്തിന് പോവാം, ഞങ്ങളുടെ പേരിൽ നിരന്തരമായി ഫാത്തിഹ ഓതാ, ഞങ്ങളുടെ പേരിൽ യാസീൻ ഓതാ, ആത്മീയമായ ഒരു കണക്ഷൻ ഞങ്ങളൊട്ടിಗೆ ഉണ്ടാക്കുക. കാരണം അങ്ങ് ആ വഴിയിൽ ഏറ്റവും വലിയ അങ്ങേയറ്റത്തിൽ സഞ്ചരിച്ച ആൾമാരാണ്. അള്ളാഹുടെ മഹബത്തും മഅരിഫത്തും പൊരുത്തവും സ്നേഹവും ഒരാൾക്ക് കിട്ടാത്ത കാലത്തോളം അവന്റെ ഇഹ്സാൻ ഈമാൻ പൂർണ്ണമായിട്ടും ചൊല്ലു സാധ്യയില്ല. എല്ലാ മഹാന്മാരും ആ വഴിയിൽ സഞ്ചരിച്ചാറ്. ഇവിടെ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു രണ്ട് മഹാന്മാരെ ചൊന്നുകൊണ്ടു. ഒന്ന് സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ചൊന്ന ആളാണ്. സുൽത്താനുൽ ഉലമ രണ്ടത്തെ സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം ചൊന്നെങ്കിൽ ഉലമ ജഗത്തുല ചക്രവർത്തിയാണ് അയാൾ. അയാളെ ശൈഖാർ കൊണ്ടുണ്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ആദ്യ കാലത്തെല്ലാം ഇതിലൊരു വലിയ ഇതായി കണ്ടോണ്ടില്ലാത്ത ഇൽമോ അതെല്ലാം പഠിക്കടേ പഠിപ്പാട്ട ഇതെല്ലാമാണ്. ഇങ്ങനൊരു വഴിയുണ്ടല്ലേ സൂഫിയത്ര വഴി. അങ്ങനെ ഷാദിനി ഇമാമുടെ ശിഷ്യനായി സ്വീകരിച്ചാൽ പിന്നെ ചൊല്ലൂ യാ റബ്ബി ഇതിലുള്ള എന്താണ്, ഇതിലെ മഹബത്ത് എന്താണ്, മഅരിഫത്ത് അള്ളാഹുടെ വക അറിവ് തുടങ്ങിയിട്ട് ഇത് അപമാനത്തിൽ തുടങ്ങിയിട്ട് ചൊല്ലത് ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. അതുപോലെ പിന്നൊരാളാണ് അൽ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. എപ്പ AD 1111 ഗസ്സാലി ഇമാം വഫാത്താവുന്നത്. ആ ഗസ്സാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ ചൊല്ല കിതാബുണ്ട്. ഔലിയാക്കന്മാരാക്കിയ കിതാബാണ് അത്. ഇഹ്യാ ഉലൂമുദ്ദീൻ ചൊല്ലുന്നത് ദീനിന്റെ ഇൽമിനെ ഹയാത്താക്കുമ്പോ കൽബങ്ങ് ഹയാത്തായി പോയിട്ട് കൽബിയുടെ ഉൾക കൈയിട്ടിട്ടാണ് ഗസ്സാലി ഇമാം മുണ്ടിയോണ്ടുള്ളത്. വഫാത്തായിട്ട് 1000 വർഷമായിട്ട് ഗസ്സാലി ഇമാമോട് പോലത്തെ ഒരാൾ പിന്നെ ബദറിൽ ചൊല്ലുന്നത് നാം നമ്പില്ല, സത്യമേ അല്ല, ഇത്രയും വലിയ ആളാണ്. ആ ഗസ്സാലി ഇമാം ഒരുക്ക ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ശൈഖായ ശൈഖ് അബൂ മുഹമ്മദുൽ ബാസ്റാനി റളിയല്ലാഹു അൻഹു ആണ് ഗസ്സാലി ഇമാമിന്റെ ശൈഖിന്റെ പേര്. ഈ ത്വരീഖത്ത് ഈ വഴിയിൽ കടന്നാൽ പിന്നെ ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം പല വിഷയങ്ങളെല്ലാം ചൊന്നിട്ടിരിക്കും. ഞാൻ ചൊന്നത് ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിൽ ദർസെടുത്തോണ്ടുണ്ടു. അങ്ങനെ ദർസെടുത്തോണ്ടിരിക്കുമ്പോഴാണ് മുന്നൽ പലപ്പോഴും ഞാൻ ചെന്ന വിഷയം ഇഹ്യാ ഉലൂമുദ്ദീന്റെ വ്യാഖ്യാനം കൊണ്ട് മുർത്തദ സബീദി റളിയല്ലാഹു അൻഹു എഴുതിയ പിന്നെ ഇത്ഹാഫ് ചൊല്ല കിതാബ് അതിന് മുൻപടിയിൽ വിശദീകരിക്കുന്നത് ഗസ്സാലി ഇമാമുടെ വിഷയങ്ങളാണ്. ചൊല്ല ഇൽമിങ്ങൾ പഠിച്ചിട്ട് അതിൽ നിറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും വലിയ ആളാണ്. ബഗ്ദാദിലെ നിവാമിയത്തെ പ്രിൻസിപ്പാളാണ്. അങ്ങനെ എല്ലാ ആൾമാരും ക്യൂതിലോട്ടുള്ള ഗസ്സാലി ഇമാം ഞാൻ ചെന്നല്ല. ഈ തസവ്വുഫിന്റെ വഴി എന്തിനും കൽബ് കൽകിടക്കെത്ത വഴിയാണത്. ഇൽമിലൂടെ കിബ്റുണ്ടാവും, സമ്പത്തിലൂടെ കിബ്റുണ്ടാവും. കിബ്റുള്ള കൽബുണ്ടായെങ്കിൽ ഈ ചൊന്ന തസവ്വുഫ് കിട്ടിയ മഹാന്മാരെ വഴികൾ സ്വീകരിക്കണം. അത് ദുനിയാവ് വിഷയമേ അല്ല. പൈസ കയ്യിൽ തൊടാത്ത മഹാന്മാർ അടുത്ത കാലത്ത് വരെ കഴിഞ്ഞുപോയിരാറുണ്ട്. മഹാന്മാർ ചൊല്ലുന്ന അങ്ങനെ ജീവിതം അങ്ങ് കഴിഞ്ഞുപോയത് ദുനിയാവ് ത്യാഗിയായാറ്, അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചാറ്. അത് വല്ലാത്തൊരു വഴിയാണ്. അവിടെ ഗസ്സാലി ഇമാം അവിടെ ദർശനത്തോണ്ടുണ്ടോ ഞാൻ ഇതൊരു ചെറിയൊരു സൂചന കുത്ത് മാത്രമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടുള്ളത്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആധുനിക കാലത്ത് ഞങ്ങൾ കുറേ നാടകങ്ങളെല്ലാം കണ്ടുകൊണ്ടുള്ള ഞങ്ങൾ കുറെ കാട്ടിക്കൂട്ടലുകൾ നടത്തുക. അതിക്ക് ഒരു എന്ത് പണ്ടില്ല, കൽബിയായ ഒരു ടച്ച് ഞങ്ങൾക്ക് പണ്ടില്ല. കൽബിയായ ഒരു ടച്ച് ഞങ്ങൾക്ക് പണ്ടില്ല. ഞാനിപ്പോ ഒരു പ്രോഗ്രാം ആക്കണെങ്കിലും എൻ്റെ കൽബോട് ചൊന്നോണ്ടിക്കട് ഫസ്റ്റത്തെ എൻ്റെ സ്റ്റെപ്പ് എന്തിനും ചൊന്നത് ഫോട്ടോ എടുത്തിട്ട് ഒരു 4 ആൾമാർക്ക് കാട്ടാൻ ചൊല്ല ഞാൻ ചൊല്ലില്ലെങ്കിലും നന്റെ ഉൾഗങ്ങളുണ്ട്. കണ്ടില്ലെങ്കിൽ ഒരു ബേജാറാവും. ചെല്ലുമ്പോ ഈ ആത്മീയത്തെ ഞാൻ ചൊല്ലത് നന്റെ തൊട്ടങ്ങ് തപ്പിപ്പോയിട്ട് അതൊരു വണങ്ങിയ സൽക്കർമ്മമായി മാറിയിട്ട് അതല്ല ഞാൻ ചൊല്ലുകൊണ്ടുള്ളത്. പെർഫെക്ഷൻ ആവുന്നു, ആത്മാവുള്ള എനിക്കെത്ത സൽക്കർമ്മമായിട്ട് മാറും. ഏത് വിഷയം കത്തത് നീ കേൾക്കുവാറല്ല ആക്കണ്ടേ ഈക്കണ്ടേ അങ്ങനെ പല ക്വസ്റ്റ്യൻസുകളിലേക്ക് ആ ക്വസ്റ്റ്യൻസിൽ എന്തും ആൻസർ ചൊല്ലണം നാണില്ല. ചൊന്നുകൊണ്ടുള്ളത് ഞാൻ ആക്കടെ സൽക്കർമ്മത്തിൽ ആത്മാവ് പറഞ്ഞു, റൂഹ് പറഞ്ഞു. ഇഖ്ലാസ് ചൊല്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റൂഹ്. ആ റൂഹ് അങ്ങ് വന്ന് കുറെ പണിയെടുക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ ആളായ മാർഗം. അള്ളാഹുടെ ഒട്ടത്തെ ആളവിടെ പഠിച്ചോളൂ എൻ്റെ ഒട്ടിಗೆ ഇഷ്ടമുണ്ട്. ഗസ്സാലി ഇമാം നോക്കൊരു ഈ പിന്നെ ബഗ്ദാദിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ പ്രിൻസിപ്പാളാണ്. എത്ര വലിയ സ്ഥാനം അവിടെ ഗസ്സാലി ഇമാമുടെ വകെ ചെല്ല്. അവിടെ രാജാക്കന്മാർ വന്ന് ക്യൂ നിന്നോട്ടുള്ളാറ്. രാജാക്കന്മാർ ക്യൂ നിന്നോട്ടുള്ളാറ്. മഹാന്മാർ ചൊല്ല സ്ഥാനമാനങ്ങൾ ഒരാൾക്ക് കിട്ടുമ്പോ എങ്ങനെ ആവും ചൊന്നെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോ നക്ക് കൊസിയല്ല ആവണായേ. അയ്യ ഞാൻ ചൊന്നെ ഞങ്ങളെ ഇന്നത്തെ മോഡേൺ ലോകം
ನಾವೊಂದು ಆಲೋಚನೆ ಹಾಕುಂಬ ಈ ಚೊಂದ ಇಮಾಮಿಗಳ ಲೈಫ್ ವಾಯ್ಕು ಅಜ ಗಜ ಅಂತರ ಉಂಡು ವ್ಯತ್ಯಾಸ ಒಂದು ನಮ್ಮ ಬ್ಯಾಕ್ಗೆ ಮಡಗೊಂಡ ಚೊಂದು ಇಸ್ಲಾಮನ್ ಚೊಂದೆಂಗ್ ಆತ್ಮೀಯತೆ ಚೊಂದೆಂಗ್ ಎದುರುಗಂಗ ತಳ್ಳದಲ್ಲ ಪೆರವಿಂಗ ತಳ್ಳದ ಅಲ್ಲ എതിർലങ്ങനത്ത കാറില്ല ബാക്കിലുള്ള ഉദാഹരണം മുക്തതി നിന്റെ പിറകത്തെ 1400 വർഷത്തിൽ എങ്ങനത്തെങ്ങനത്തെങ്ങല്ല കഴിഞ്ഞു പോയാൽ അങ്ങനെ തെരുവ് നീ ഒന്ന് നോക്കൂ അങ്ങനെ നോക്കുമ്പോഴാണ് അങ്ങനെ ഇഖ്ലാസ് കൊണ്ട് രാജാവായ താൽമാരാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ നക്ക് ബേജാറാവുക ഇന്നതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള വാന്മാർ ചെന്നാൽ നക്ക് സ്ഥാനമാനം കിട്ടുമോ എന്നൊക്കെ എന്തിനാവുന്നെങ്കിൽ ഹൈവായക്കത്തിൽ പെണ്ണിടെ പോലെയാണ് കായട്ടി എന്ന് പറഞ്ഞതോ ഒരു വലിയൊരു സദസ്സിന് വരിക നല്ല സദസ്സിൽ എല്ലാ ആൾമാരും കൂടിയാൽ നല്ല ക്ലീൻ ഉള്ള എനിക്കെത്ത നിലാണ് വലിയ പ്രോഗ്രാം ആയിട്ടുണ്ട് ഭയങ്കര സംഭവമായിട്ടിരിക്കുമ്പോ ഒരു പെണ്ണിന്റെ ഹൈവത്തിന് വിചാരിക്കാം ആ ഹൈവ് രക്തം അവിടെ ഉച്ചിത്തിന് വിചാരിക്കാം എങ്കിൽ ആ പെണ്ണിയുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും ആ പെണ്ണിന്റെ ഹാലെന്തായിരിക്കും എത്ര ബേജാറായിട്ടേക്കും ചൊന്നെങ്കിൽ എല്ലാവർക്കും എന്തായിട്ട് ഭയങ്കര ആ ചെല്ലു അതിൽ വിശദീകരിക്കാൻ സാധ്യത അതാണ് മഹാന്മാരായ ആൾമാർക്ക് സ്ഥാനം കിട്ടും അങ്ങനെ അവസ്ഥ അങ്ങനെ ആയിട്ട് ഇത് നിന്റെ നാശത്തിൽ ഒർക്കല്ലെങ്കിലും ഒർക്കൽ കൊമ്പോണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആ മഹാൻ കൈമുത്തുള്ള ആൾമാരുള്ള ബഗ്ദാദിലെ രാജാക്കന്മാർ വന്ന് ക്യൂ നിൽക്കണമെന്നുണ്ടെങ്കിൽ എത്ര വലിയ ആളായിരിക്കും. പെഞ്ഞായി ബംഗാറ് വേണം എന്ത്ര വേണം ഗാഡി വേണം എല്ലാം റെഡിയാണ്. ഗസാലി ഇമാം അച്ഛനാക്കിയിട്ട് ഇത് നിന്റെ നല്ല വിഷയാണ് ഇതെല്ലാം എല്ലാം നല്ലത് എപ്പോ നിന്റെ നിയത്ത് സമയമെങ്കിൽ നിന്റെ റൂട്ട് സമയം നക്കത് കൊന്തവിടല്ലേ നാലാൾമാർ വന്നിട്ട് നിന്റെ കൈമുത്തിയാറും പേരിക്കും അപ്പൊ നക്കിങ്ങനെ തോന്നുന്നതായിട്ട് മോശമില്ല നാണ് ആൾ തൊന്തരന്ത് ഇല്ലാട്ട് നാണ് തോന്നിയിട്ട് ആ സെക്കൻഡ് അടിക്ക് പോയോ ആ സെക്കൻഡിൽ അവൻ അടിക്ക് പോയാ ഒരു വലിയ ആളുകളുടെ പേരിക്കാം അയാൾ ഇങ്ങനെ വന്നിട്ട് പറയുമ്പോ അവിടെ ഇന്ന എഞ്ചി നിന്നില്ല ചില ആൾമാർ തൊഴിലേറ്റുണ്ട് അപ്പുറത്ത് പോയിട്ട് നമ്മ പോയപ്പോ എഞ്ചി നിന്നിട്ടില്ല എന്തൊരു വസിക്കും ഞങ്ങളൊട്ടിയെ ഇങ്ങനെ അവൻ ചൊന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്തൊരു ചൊന്നുണ്ടാ ഞങ്ങൾ അല്ലാരിഫുബില്ല ലൗലിയ അങ്ങനെ ഇങ്ങനെയുള്ള പോസ്റ്ററിൽ ചെല്ലുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളൊക്കെ പോകുമ്പോ അങ്ങനെ ജണ്ടാൽ എഞ്ചിനിക്കണമെന്നുള്ള ആസനക്കൊണ്ടു നല്ലൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ള ആസനക്കൊണ്ടു അങ്ങനെ നിൽക്കാത്തതിന്റെ പേരിൽ നക്ക് വേദാറിയിട്ട് എങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ബുക്കാക്കിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കാൻ പഠിപ്പാട്ടില്ല. എത്ര വലിയ ഡേഞ്ചർ കേസ് നോക്കുന്നത് ഗസാലി ഇമാം അച്ഛനാക്കി ഇതിന്റെ ഭാവം ഇതാവലെ ഇതിൽ നിന്നൊന്നും ഒഴിവാകണം എന്റെ കൽവൊന്നും നക്ക് കൽവണു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹുജ്ജത്തുൽ ഇസ്ലാം ഉണ്ടാവർ ഇസ്ലാമിന്റെ പ്രൂഫാണ്. ഗസാലി ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഉണ്ടാണ് ലോകം ആ മഹാൻക്ക് സ്ഥാനം കൊടുത്തത്. 500 ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്നെ AD 1111 വഫാത്താവും. അങ്ങനെ രാജാവ് ഒട്ടിയിട്ട് ഹജ്ജിന് പോകണം. ഹജ്ജിന് ചെന്നെങ്കിൽ ഹജ്ജിൽ കരുതി പോകേണ്ട ഹജ്ജിന്റെ അർത്ഥം കരുതുക ഉദ്ദേശം അൽ ഖസ്ദു ഉദ്ദേശിക്കുക അർത്ഥം. ആരെയാണ് നാം ഉദ്ദേശിച്ചിട്ട് പോകേണ്ടത്? എന്റെ റബ്ബിനെ മാത്രം ഉദ്ദേശിച്ചു പോകണ്ടേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലുമ്പോൾ ഇത് കളവാകുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അർത്ഥം ഇന്നത്തെ ആ ആളത്ത് കൈയിട്ടിട്ട് മാന്തിച്ചു വന്നുകൊണ്ടുള്ളോ മേലല്ല. ഇപ്പൊ നിങ്ങൾ ഹജ്ജാക്കിയിട്ടില്ല എനിക്ക് കേൾക്കുവാറ് ആ അന്തം എത്തിയിട്ടില്ല. ഇത് ഞങ്ങൾ ഹജ്ജാക്കിയിട്ട് ഒന്ന് കാക്കിയ ഇസ്ലാം കാര്യങ്ങൾ 5 പഠിച്ചാക്കിയ അള്ളാഹു. പക്ഷെ ഗസാലി ഇമാമിന്റെ ഭാഷയുള്ള ഹജ്ജ് വേറെ. ഹജ്ജിൽ നിങ്ങൾ ഖസ്ദു ഉദ്ദേശിക്കലേ. ആരെ ഉദ്ദേശിക്കലേ? എന്റെ റബ്ബിനെ ഉദ്ദേശിച്ചിട്ട് പോണ്ടേ. റബ്ബിനെ മാത്രം ഉദ്ദേശിച്ചിട്ട് പോണ്ടേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക നിക്കുന്ന ഉത്തരം തന്നുകൊണ്ടുള്ള ചെല്ലുമ്പോ ഈ ഖൽബിൽ പിന്നൊരാളുടെ സ്ഥാനമേ ഇല്ല. അങ്ങനത്തെ ഒരു ഹജ്ജാണ്. അതുകൊണ്ടാണ് ഹജ്ജിൽ പോണ്ടേ. ഹജ്ജ് ഇണ്ട് പോകാവൂല്ലേ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഹജ്ജിൽ പോണ്ടേ. രാജാവിനോട്ട് ഹജ്ജിൽ പോണ്ടേന്ന് ചൊല്ലേ മാത്രം വിടും. അല്ലെങ്കിൽ വിടാതെ നിങ്ങൾ പോയേ തീരാ. ഈ ജാഗ്രത നിങ്ങൾ പോകുക തീരാ. കാരണം നിങ്ങളെ പോലത്തെ ആള് അണ്ടത്തെ ലോകത്ത് വരയില്ല. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇൽമുടെ ബഹറാണ്, സമുദ്രാണ്. ഗസാലി ഇമാം അച്ഛനാക്കിയിട്ട് ഇത് നിന്റെ ചിലപ്പോ നാശത്തിലെത്തുവാട്ട് നക്കൊന്നു പോകണം. അങ്ങനെ ഇറങ്ങിയിട്ട് ഗസാലി ഇമാമിടി റായ ഇങ്ങനെ 25 ചുറ്റി നടന്നോവർ ഇരിയന്നേകൾ കെട്ടാരെയുന്നോവർ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഹീദ്ദീൻ മാലന വൈക്ക 25 വർഷം ചുറ്റി നടന്ന് അള്ളാഹുടെ ഏകൽ കിട്ടിയപ്പ അള്ളാഹുടെ മഅരിഫത്ത് കിട്ടിയിട്ട് മഹബത്ത് കിട്ടിയിട്ട് പഠിച്ചുകൊണ്ട് ഒക്കെ അറിഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതുക്ക് വേണമായിട്ടാണ് ഗസാലി ഇമാം നടക്കണേ. അങ്ങനെ നടന്ന് നന്റെ ആരും ചൊല്ലണോണ്ടില്ല, നന്റെ ആർക്കും പൊറത്താവുകയില്ല. ആ വഴിയിലാണ് എത്രമോ ലോകത്തിന് ഗ്രന്ഥങ്ങൾ സമ്മാനിക്കുക ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അങ്ങനെ പോണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സിറിയത്തിൽ അവിടെ ഒരു പള്ളിയിലെ ഔറഞ്ഞ് വന്നിട്ട് കിടക്കുള്ളൂ, അന്യ കിടക്കുള്ളൂ, ഇനി കിടക്കുള്ളൂ, അതിനിടയ്ക്ക് ഗ്രന്ഥങ്ങൾ എന്തോ ഇങ്ങനത്തെ ലോകമാണ് ഗസാലി ഇമാം. ആ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നാൾ
എനിക്കിപ്പോൾ നെനപ്പാവുള്ള ഇർഷാദുൽ ആഫിയത്തുള്ള കിതാബുകളുണ്ട്. ഒരു വലിയ മഹാൻ അയാളെ കണ്ട് റോഡിൽ ഇങ്ങനെ കൃത്യം കൊണ്ടുപോകും, കയ്യിലൊരു ചീല കൊണ്ടുപോകും. എന്തിനേക്ക് നിങ്ങൾ ബഗ്ദാദിൽ എത്ര ആളിമീങ്ങൾ ദർശിച്ചുകൊണ്ടിരുന്നാണ് നല്ലത്, അതാണ് നല്ലതല്ലേ കേട്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ കൽബെങ്ങനെ തോന്നിട്ടു. അങ്ങനെ ഇത് ഹൈറല്ലേ കേൾക്കുമ്പോ അയാൾ തൊട്ട് ഗസാലി ഇമാം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു വൈത്ത് പാടുണ്ട്. അഥവാ നന്റെ ഫൗണ്ടേഷൻ സമാക്കൾ പണിയിലാണ് ഞാനിപ്പോൾ, എന്റെ ഫൗണ്ടേഷൻ സമായിട്ടില്ല, അത് സമാക്കുകയാണ് ഞാനിങ്ങനെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് എന്ന് ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു. അതാണ് നേരത്തെ മൊറോക്കോത്തെ ഇറാഖിൽ പോയ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ആ ഒരു പണിക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിച്ചിട്ട് രണ്ടാമത് ഇറാഖിലെ വീണ്ടും മൊറോക്കത്തിൽ വന്നിട്ട് അബ്ദുസ്സലാം മസീസ് റളിയല്ലാഹു അൻഹു ശൈഖ് റഹ്മത്തുള്ളാഹി കൽബ് വേണായിട്ട് അങ്ങനെ ഒരു സംഭവം ചൊല്ലു. അതേ ഗസാലി ഇമാം ഒരു നാൾ ഒരു പള്ളി അങ്ങ് കൊണ്ടു. പള്ളിക്ക് പോയപ്പോ കുറെ മുതാലിമീങ്ങൾ ഉസ്താദ് ദർശനത്തോണ്ടു. ഉസ്താദിന്റെ ക്വസ്റ്റ്യൻ മുസ്ലിമിന്റെ ക്വസ്റ്റ്യൻ വന്നപ്പോ അതിന് ആൻസർ ഖാലൽ ഗസാലി ഉണ്ടാ ചൊല്ല. ഖാലൽ ഗസാലി ഇങ്ങനെ ചൊല്ലു. ആ ഗസാലി അവിടെ ഉണ്ടു. പിന്നെ ആ ചെമ്മോട്ട ചന്ദ്ര അത് വായിക്കുമ്പോ എന്റെ മനസ്സിൽ പറഞ്ഞ എനിക്ക് ഒരു ചിത്രം എന്താവും. ഞങ്ങൾ ഒരു സഡൻ ഒരു സദസ്സിൽ എത്തിപ്പെട്ടാൽ ഏതോ ഒരു റായത്തിൽ ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല, ഞങ്ങളങ്ങനെ കണ്ടിട്ട് കൊടുത്തെന്തും ഇല്ല ഇപ്പൊ. പക്ഷെ അവിടെ പോയിട്ടാ ചെന്നാൽ ഇന്ന ആള് ചെന്നെങ്കിൽ അപ്പ ഞാൻ അവിടെ എനിച്ചിരിക്കുവേ അത് ആ ആള് താനേ ചൊല്ലുവാണ്, ആ ആൾ താനേ. അപ്പൊ ഞാൻ എല്ലാ രീതിയിലും ഗസാലി മാമനെ വകയാണ് ചൊല്ല. ആളുകൾ ഗസാലിയും ചെന്ന ഭയം ഓടിയും ഞങ്ങൾക്ക് ബച്ചാവില്ല പെൻഷൻ മെല്ലെ അവിടെ ജാരിക്കുണ്ടാണ് ഇമാം ഗസാലി ഞാൻ ഗസാലിയും ചൊല്ലോ പോയില്ല. ഇവിടെ നിങ്ങൾക്ക് എന്തെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായെങ്കിൽ ഞാൻ അത് ആൻസർ ആക്കും ആളല്ല, ഞാനിപ്പോ ആൻസർ ആക്കില്ല. അതെന്ത് എന്ത് വേണമെന്ന് ഞാൻ കേൾക്കാം. ഞാൻ ക്വസ്റ്റ്യൻ കേട്ടിട്ടേ വായിക്കേ. ഇതിന്റെ രസം അനുഭവിക്കും ഞങ്ങളെ കൊണ്ട് സാധ്യമായില്ല. ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഞങ്ങൾ കേൾക്കോ യാ റബ്ബി നാണിങ്ങനെ പറയുമ്പോ അങ്ങനെ നാലാൾ ഫോട്ടോ എടുത്തുകൊണ്ടിട്ട് രണ്ടങ്ങ് വിളിച്ചാറ ഫോട്ടോ എടുക്കുക. അതൊക്കെ ഇണ്ട് കലാട്ടയുള്ള ലൈക്ക് എല്ലാം ഞങ്ങൾ കണ്ടോണ്ടു ലൈക്കാണ് കലാട്ടയുള്ള അങ്ങനെ ഫോട്ടോ എടുത്തോണ്ടുള്ള എന്റെ കണ്ടെനിക്ക് എന്റെ വിളിക്കാൻ തല്ല എനിക്ക്. പിറ്റാണ്ട് പേപ്പറിൽ നോക്കുമ്പോൾ 10 പേരിലുണ്ട് ഇന്നത്തെ പ്രോഗ്രാം കൂടിയാവും. എന്റെ പേര് കാണില്ലേ നോക്കും പേരുമേട്ട് നാളും കൂടിയില്ല. ഞാൻ സ്റ്റേജിലേ ഒട്ടിയെ എന്റെ പേരിന്റെ കണ്ടോണ്ടില്ല പേരുമേട്ട് ഒന്നിട്ടില്ല. ഇതിക്ക് നന്റെ പോരാട്ടം ഇരിക്കേ നല്ല ആയുസ് ഇരിക്കേ തീരും. അതാണ് ഞാൻ തോന്നുന്നത്. നല്ലത് അവിടെ പോകുമ്പോൾ കബറിൽ വെക്കലോട് കൂടെ തീർത്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ നല്ലതെല്ലാം ദുനിയാവ് തീർത്ത് എന്തും ഇല്ല. ನಾನು ಹೋಗ್ತಾಯಿಲ್ಲ ನೀವು ಹೇಳ್ತವೆ ಅನ್ಸಂದ ಮೆಮೊಂಟೋ ಏನಾಯ್ತು ಗಲಾಟೆ ಮೆಮೊಂಟೋ ಏನಾಯ್ತು ನಕ್ಕು ಮೆಮೊಂಟೋ ಇಟ್ಟಿಲ್ಲ ಅಂದ್ಬಿಟ್ಟು ಮೆಮೊಂಟೋ ಏನಾಯ್ತು ಅಲ್ಲ ನಾವು ಅವತ್ತು ಹೋಗಿ ಕುರೇ ಮೆಮೊಂಟೋ ಇತ್ತು ಅವತ್ತು ಹೋಗಿ ಮೆಮೊಂಟೋ ಎಲ್ಲ ಕಾಣಲೆ ನಾನು ಒಳ್ಳೆ ಕೇಟ ಮೆಮೊಂಟೋ ಅವನಾರು ಅದು കുറേ ഉണ്ടല്ലോ കത്തുവാട്ടി കൊണ്ടുപോയിട്ട് നിങ്ങൾ തന്നെ മെമോണ്ടത്തെ കൊണ്ടുപോയി കത്തുവാട്ടി ഒരു മണ്ട തണ്ണി കാര്യം നല്ല എത്തിക്കുന്നത്. ഞാനപ്പോ വിചാരിച്ച ഈ മണ്ടക്ക് തണ്ണി കായ്ക്കണമെങ്കിൽ മെമോണ്ടോത്ത് വൈനായിട്ട് ഇവിടെ ഗലാട്ടാക്കിയിട്ടുള്ളൂ. ആ മെമോണ്ടോ വൈനായിട്ട് ഇവിടെ ഗലാട്ടായിരുന്നു ചെന്ന് അപ്പുറത്തെ ലൈബ്രറിയിൽ കുറെ ബുക്സ് ഉണ്ട് അത് കത്തുവായിട്ടില്ല. മെമോണ്ടോ കത്തിങ്ങനെ തോന്നുന്നില്ല വെക്കോ ജാഗില്ല അവിടെ എവിടെ വെക്കില്ല അപ്പ് കിടക്കൊണ്ടിട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചതല്ല അതിന് ബേജാറൊന്നും ഇല്ല. ആ അതുക്ക് വേനായിട്ട് ഇവിടെ ഞാൻ പോരാട്ടാക്കിക്കൊണ്ടു എന്റെ ഗലാട്ട അതിക്ക് തീർത്ത് എല്ലാവർക്കും മെമോണ്ടോ കൊടുത്താൽ നക്കെന്റെ കൊടുത്തില്ല. ഈ ഗലാട്ട അവിടെ ഇല്ല നിങ്ങൾ നോക്കും ആയിട്ടുണ്ട് ലോകത്ത് എവിടെ അള്ളാഹു ആയിട്ടുണ്ട് ലോകത്ത് അതല്ല. പക്ഷെ നന്റെ ആയുസ് അതിക്കേ തീർത്ത് ഈ ഒരു ടേസ്റ്റ് നക്ക് വലുതായേ ഇല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാദിറൂന ആരിഫീങ്ങൾ ചൊല്ലുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ നമുക്ക് ഭയങ്കര കൽബാണ്. സാധാരണ നമുക്ക് കാണാത്ത കാഴ്ച നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. വാജിഹതുൻ തഫീറു ബിഗൈരി റീശിൻ ഇലാ മലകൂതി റബ്ബിൽ ആലമീന സാദുലിമാമുടെ സാദുലി റാത്തിബ് എന്ന ആൾക്കാരെ ആക്കടല്ല അതിലുള്ള ബൈത്തല്ല ഈ ആശയങ്ങളാണ് ചൊല്ല്. ഇമാം സാദുലി റളിയല്ലാഹു അൻഹുയുടെ വകെ സക്കിർനാ ലൈലത്തുൽ ജുമുഅ വകാനത് ലൈലത്തുൽ ഖദ്രി ബികസാതിൻ വകസാതി മിനൽ മഗ്രിബ് ഇലൽ ഫജ്രി. അല്ലാഹുവിന്റെ സ്നേഹം ചൊല്ലിക്കത്തെ കള്ളു തന്നെ കുറിച്ച ആ മഹാന്മാരെ ഇബാദത്തിൽ പലക്കത്തിൽ കള്ളും ചൊല്ല പദം പണ്ട് ഏത് കള്ളു അത് അല്ലാഹുവിന്റെ മഹബ്ബത്തിൽ ചൊല്ല കള്ളു കുടിച്ചിട്ട് ഞങ്ങൾ മസ്തായി പോയാ മഗ്രിബ് തുടങ്ങിയത് ഫജ്ർ വരെ ആയിട്ടാണ് ഇമാം സാദുലി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ തീരാത്തതാണ് അത്രയും വലിയ വിഷയങ്ങൾ എന്നൊക്കെ വേണേ നമുക്ക് വിശദീകരിക്കാം. ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരിപ്പോഴത്തെ നിപ്പാട്ടിട്ട് ഒരിപ്പാകുമ്പോ മൗലിദ് ഓതിട്ട് പോകും. അല്ലാഹു തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അങ്ങനെ ശൈഖിനെ തേടി പോയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട്
കൽബുകന്ന വല്ലാത്ത വെളിച്ചം കിട്ടിയിട്ട് അതുകൊണ്ട് ഓർത്തുകൊണ്ടുള്ള സ്മരിച്ചുകൊണ്ടുള്ള സയ്യിദുന ഹുജ്ജത്തുൽ ഇസ്ലാം ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദരന്മാരെ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുയുടെ വകയാണ് ഞാൻ ചൊല്ലുന്നത്. ആ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുയുടെ ഇൽമുടെ വക ആ മഹാൻ ചൊല്ലുന്നത് ഹലുമ്മു ഇലാ റജുലിൻ സയ്യറഹുല്ലാഹു ബഹറൽ അൻവാർ. നിങ്ങൾ ഒരാളെ മുട്ട വെറുണ്ടാ ചൊന്നുകൊണ്ടുള്ള ഇൽമുൻ ചൊന്നെങ്കിൽ അത് തീരാത്ത സാഗറാണ് ഷാദുലി ഇമാമോട്. അത്രയും വലിയ ആൾ നിങ്ങൾ വെറു ഒരാളെ മുട്ട അയാൾ അള്ളാഹു ബഹറുൽ അൻവാർ ആക്കിയിരുന്നു. ബഹറുൽ അൻവാർ എന്ന് ചൊന്നെങ്കിൽ വെളിച്ചങ്ങളുടെ സമുദ്രാണ്, പ്രകാശങ്ങളുടെ സമുദ്രാണ് ഇമാം ഷാദുലി റളിയല്ലാഹു അങ്ങളെ ಬಗ್ಗೆ ಅಂಕೆಯಲ್ಲ ಒಂದು നിങ്ങൾ വെറുണ്ട എത്ര പഠിച്ചെങ്കിലും തീരാത്തത്. ഇപ്പൊ ഞങ്ങളെ വിജയേന്ദ്രൻ മാറ്റർ എഴുതി വന്നിട്ട് ചിലപ്പോ ഒരു ഗಂಟೆ കൊണ്ട് വിചാരിച്ചത് ചിലപ്പോൾ 10 മിനിറ്റ് തീരും. മാറ്റർ നോക്കിയിട്ട് കൂടും. പിന്നെ സ്വലാത്ത് ലാസ്റ്റ് എന്തിനാക്കരുത് ഒരു ഗಂಟೆ എഴുതി വന്നിട്ട് ചൊന്ന് വന്നിട്ട് അരഗಂಟೆയിലെ തീരെങ്കിൽ പിന്നെ എന്തിനാക്കരുത് എല്ലാവർക്കും സ്വലാത്തുള്ളൂ അരഗಂಟೆ തന്നെ. ഞങ്ങളിത് പഠിച്ചത് മാത്രം കാണാപ്പാടാക്കിയത്. ഇതങ്ങനല്ല, ഇത് കാണാപ്പാടാക്കിയതല്ല. തീരാത്ത ഇൽമങ്ങ് പഠിപ്പാട്ടി കൊടുത്ത പിന്നെയും പിന്നെ ഇട്ട് കൊടുത്തോണ്ടുള്ള എത്ര പേര് ഇത് ചൊന്നോണ്ടുള്ള ഹലുമ്മു ഇലാ റജുലിൻ സയ്യറഹുല്ലാഹു ബഹറൽ അൻവാർ. വെളിച്ചത്തെ പ്രകാശത്തെ ഇൽമുടെ കടലാണെന്നാണ് നന്റെ മുട്ട നിങ്ങൾ വെറും എത്ര ചൊന്നെങ്കിലും അത് തീരില്ലാണ്ടാണ് ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ചൊന്നുകൊണ്ടുള്ളത്. ആ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുടെ മജ്ലിസിൽ വന്നുകൊണ്ടിരുന്നത് സലാത്തീനുള്ള ഉലമാകത്ത ചൊന്നുകൊണ്ടുള്ള ഉലമാക്കളിലെ സുൽത്താൻമാർ, സാമാന്യ ആലിമീങ്ങളെന്നല്ല, ആലിമീങ്ങളിൽ രാജാക്കന്മാരാണ് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുടെ മഹത്വം. ആ മഹാന്റെ മുട്ട വന്നുകൊണ്ടിരുന്നത് ഷാദുലി ഇമാമുക്ക് കുറെ ഹിസ്ബുണ്ട്, ധാരാളം ഹിസ്ബുന. അതിനെ ಬಗ್ಗೆ ചൊല്ലിക്കത്തെ കുറെ കിതാബുകളെല്ലാം ഉണ്ട്. ഹിസ്ബു ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ഹിസ്ബുൻ നസ്ർ ഉണ്ട് ഷാദുലി ഇമാമുടെ തോതല. അങ്ങനത്തെ ധാരാളം ഔറാദുക ഇമാമുന ഷാദുലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒന്ന് ഹിസ്ബുൽ ബഹർ ഉണ്ട്. ഷാദുലി ഇമാമുടെ ഒരു ഹിസ്ബാണ് ഹിസ്ബുൽ ബഹർ. ഹിസ്ബുൽ ബഹർ അത് ഷാദുലി ഇമാം ചൊല്ലു. ഷാദുലി ഇമാമും അതുപോലെ വേറൊരു ക്രിസ്ത്യാനിയായ ആള് കടലിൽ ഇങ്ങനെ പോയിട്ടുള്ളത്, റെഡ് സീയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടുള്ളത്. അങ്ങനെ യാത്ര ആക്കുമ്പോ കാത്ത് വന്നെങ്കിൽ മാത്രം സഞ്ചരിക്കണമെങ്കിൽ കപ്പലാണ്. കാത്ത് അണ്ടത്തെ കപ്പൽ അങ്ങനെ കാത്ത് നിന്നു പോയിട്ട് പിന്നെ സഞ്ചരിച്ചുകൊണ്ടില്ല. അപ്പൊ മുങ്ങൂടെ എനിക്ക് എത്ര അവസ്ഥയാണ്. അപ്പൊ അവിടെ ഷാദുലി ഇമാം ചൊല്ലു ഹിസ്ബുൽ ബഹർ അവിടെ ആര് ചെന്ന് തന്നിരുന്നെങ്കിൽ നക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അത് നക്ക് പരിപാടി തന്നു. എവിടെ റെഡ് സീ ബഹറുൽ കുൽസുമിലും നാനും ഒരു ക്രിസ്ത്യാനിയായ ആളും സഞ്ചരിക്കുമ്പോ കപ്പലങ്ങ് നിക്കണെങ്കത്തെ അവസ്ഥയിലുണ്ട്, മുങ്ങിപ്പോണ്ടെങ്കത്തെ അവസ്ഥയിലുണ്ട്. അപ്പൊ ആ കടലിൽ വെച്ചിട്ട് നല്ല രക്ഷപ്പെടുത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തന്നെങ്കത്തെ ഹിസ്ബാണ് ഹിസ്ബുൽ ബഹർ. അപ്പൊ ഷാദുലി ഇമാം ചൊല്ലുക ഇനി പോവട്ട് കാത്തവിടാൻ കേട്ട നസറാൻ കാത്ത് പണ്ടും ചോദിച്ചു. അങ്ങനെ കാത്ത് പറവ് സുഖത്ത് ഒരു പ്രയാസവും ഇല്ലാണ്ട് സഞ്ചരിച്ചാൽ ആ ക്രിസ്ത്യാനിയായ ആൾ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചാൻ ചെന്നിട്ടു അൽ മഫാഖിറുൽ അലിയ ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുടെ മഹത്വം ചൊല്ലിക്കത്തെ കിതാബിൽ വിശദീകരിക്കും. അപ്പൊ അതാണ് ഹിസ്ബുൽ ബഹറും ചൊല്ലിക്കത്തെ ഒരു ഹിസ്ബു. അതുപോലെ ഹിസ്ബുൻ നസ്റുണ്ട്. ആ ഹിസ്ബുൻ നസ്ർ സാധാരണ അസറിൽ പിന്നെയാണ് ചൊല്ലി ഞങ്ങൾ സൗദര്യത്തിൽ പിന്നെയായിട്ട് സുഖിച്ചുള്ള ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ഹിസ്ബാണ് ഹിസ്ബുൻ നസ്ർ. ശത്രുക്കളിൽ നിന്ന് കാവലുകനായിട്ട് ഏത് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകനായിട്ടുള്ള ഒരു ഹിസ്ബാണ്. സാധ്യയുടെ ആൾമാർക്ക് ഹിസ്ബുൽ ബഹർ ഓത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡയറക്റ്റ് ചൊല്ലുകൊടുത്ത ഹിസ്ബുണ്ടാ ചൊന്നുകൊള്ളു. അതുപോലെ ഹിസ്ബുൽ കബീർ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പിന്നെ ഹിസ്ബാണ് ഹിസ്ബുൽ കബീർ. അത് ഓതിക്കത്ത ആൾമാർക്ക് ചൊല്ലു കാനലഹു മാലന വഅലൈഹി മാലൈന. നങ്ക് കിട്ടുന്ന എല്ലാ ഗുണങ്ങൾ അങ്ക് കിട്ടു. അതുപോലെ ഹിസ്ബുൽ ആയാ, ഹിസ്ബുൽ ഫത്ഹ്, അതുപോലെ ഹിസ്ബുൽ നൂർ, ഹിസ്ബുൽ ലത്തീഫ്, ഹിസ്ബുൽ ഇഖ്ഫാ, ഹിസ്ബുൽ തംസ്, അങ്ങനെ തുടങ്ങി കുറെ ദിക്റുകളാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു നമുക്ക് പരിപാടി തന്നുകൊണ്ടുള്ളു. അപ്പൊ അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ചൊന്നെങ്കത്തെ നടത്തിയെങ്കത്തെ വസീയത്തുകൾ ധാരാളമുണ്ട്. അതുപോലെ ആ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു നമുക്ക് ചൊന്തന്നെങ്കത്തെ ഉപദേശങ്ങൾ ധാരാളം മഹാൻ പരിപാടി തന്നതിൽ കുറച്ച് വിഷയങ്ങൾ തന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പാട്ട. ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ഒരാൾക്ക് വസ്വാസുകൾ യാറായിത്തിന് വിചാരിക്കാം, വലിയ വസ്വാസാണ്, പ്രയാസങ്ങളുണ്ട് എങ്കിൽ അവനൊരു ദിക്ർ ചൊല്ലട്ട് ബഹുമാനപ്പെട്ട ഷാദുലി ഇമാം പഠിപ്പ സുബ്ഹാനൽ മലിക്കിൽ ഖല്ലാഖ് ചൊല്ലെങ്കത്തൊരു ദിക്ർ സുബ്ഹാനൽ മലിക്കിൽ ഖല്ലാഖി ഇൻ യശാ യുദ്ഹിബുകും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ് ചൊല്ലെങ്കത്തെ ഒരു ആയത്തും ഈ ദിക്റും വസ്വാസ് യാറുള്ളെങ്കത്തെ ആൾമാർ ചൊല്ലട്ടുണ്ടാണ്
ഇമാമുന ഷാദുലി റളിയല്ലാഹു അൻഹു നമുക്ക് പരിപാടി തന്നുകൊണ്ടുള്ളൂ. അതുപോലെ ഷാദുലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വർക്കജന്ത് ഇദാ ഇൻ അറദ്ത സിദ്ഖ ഫിൽ ഖൗലി ഫഅക്സിർ മിൻ ഖിറാഅത്തി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. അതായത് ഞാൻ തൊഴിലേക്കത്ത പലക്കെപ്പോഴും നേരായിട്ട് വേണം, സത്യമേ നക്ക് ചൊല്ലണോ, സത്യസന്ധമായ പലക്കമേ ഞാൻ ചൊല്ലണോണ്ടായെങ്കിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്ത് ധാരാളം ഓതുന്നോണ്ടാണ് ഷാദുലി ഇമാമുടെ വസിയത്ത്. അതുപോലെ ഏത് സമയത്തും ഇഖ്ലാസ് വേണോണ്ടായെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നിരന്തരമായിട്ട് ഓതിക്കൊണ്ട് വേണം. അതുപോലെ ഇമാമുന ഷാദുലി റളിയല്ലാഹു അൻഹു ജന്തു വൈൻ അറദ്ത തൈസീറ റിസ്ഖി, റിസ്ഖ് എളുപ്പമാവണം വിശാലമാവണം ചൊല്ല ഉദ്ദേശമുള്ള ആൾമാർ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് ഓതട്ടെ. വൈൻ അറദ്ത സലാമത മിനശ് ശർ, ശർറിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടായെങ്കിൽ ഫഅക്സിർ മിൻ ഖിറാഅത്തി ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ചൊല്ലങ്കത്തെ സൂറത്ത് ഓതട്ടുണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാദുലി റളിയല്ലാഹു അൻഹു നമുക്ക് പരിപാടി തന്നുകൊണ്ടുള്ള ഷാദുലി ഇമാമുടെ വസിയത്തിൽ നിന്ന് ഒരു കുറച്ച് മാത്രമാണ് ഞാൻ വിശദീകരിച്ച്. ആ ഷാദുലി ഇമാമുടെ ശിഷ്യനായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു, അയാളുടെ ശിഷ്യനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബാണ്. ഇതിന്റെ പേര് ലതായിഫുൽ മിനൻ. ഇതിൽ ഷാദുലി ഇമാമുടെ കുറെ മഹത്വങ്ങൾ വിശദീകരിക്കും. അക്കൂട്ടത്തിൽ ഒർക്ക ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമുടെ കേട്ടാറ് മൻ ഷൈഖുക യാ സയ്യിദി, നിങ്ങളെ ഷെയ്ഖാരൻ കേട്ടാർ. ഷെയ്ഖാരൻ நான் ஃபர்ஸ்ட் கேட்குற ஷாதுலி இமாமுடைய ஷெய்காரன் கேட்டேங்க அப்துஸ்ஸலாம் இப்னு மஷீஸ் ரலியல்லாஹு அன்ஹு. மேல மறுபடி குந்து அன்சபு முன்சபு இல்ல குந்து அன்தசிபு இல ஷெய்ഖ் அப்துஸ்ஸலாம் இப்னு மஷீஸ். நான் ഫസ്റ്റ് അബ്ദുസ്സലാം ഇബ്നു മഷീസ് തൊഴിലേക്ക് താളിൽ ചേർന്ന ആളാണ്, അയാളാണ് എൻ്റെ ഷെയ്ഖ്. പക്ഷേ അനൽ ആന ലാ അൻതസിബു ലി അഹദിൻ, ഇപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ ഷെയ്ഖ് എന്നൊക്കെ ചൊല്ലുകയില്ല. എന്റെ ബൽ അഊമു ഫി അശ്റതി അബ്ഹുർ, 10 കടലിപ്പ ഞാൻ നീന്തിക്കൊണ്ടുള്ള ഖംസത്തിൻ മിനൽ ആദമീന, 3 മനുഷ്യന്മാരാണ്. ഒന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ ചൊന്നത്. ഈ ചൊന്ന വഴിക്ക് കടക്കുമ്പോൾ ഷാദുലി ഇമാമുടെ ഷെയ്ഖാണ് അബ്ദുസ്സലാം ഇബ്നു മഷീസ് റളിയല്ലാഹു അൻഹു. ഈ വെളിച്ചം അയാളെ കൽവ് കേട്ടപ്പോ പിന്നെ ഷെയ്ഖാരൻ കേട്ടെങ്കിൽ നേരിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നൊന്ന് സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 5 ആൾമാർ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ അലൈഹിസ്സലാം പോലുള്ള മലായിക്കത്താണ് എൻ്റെ ഷെയ്ഖന്മാരുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പരിപാടി. ആ ഷാദുലി ഇമാമുടെ ശിഷ്യനായ അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു കുന്തു മഅ ഷെയ്ഖ് അബുൽ ഹസൻ, ഒരിക്കലാൻ അബുൽ ഹസൻ ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമുടെ ഇങ്ങനെ വകാന ഷഹ്റ റമദാൻ, അത് റമദാൻ തിങ്കളിലാണ്, ഒരു വെള്ളിയാഴ്ച ജാവാണ്, ലൈലത്തുൽ ഖദറാണ്. അതാണ് ചൊന്നത് 27 ലൈലത്തുൽ ഖദർ 2 ഞങ്ങൾ പള്ളിക്ക് പോയാ. അങ്ങനെ പള്ളിക്ക് പോയിട്ട് അവിടെ എത്തുമ്പോ ധാരാളം ഔലിയാക്കന്മാരുള്ള ശിഷ്യൻ ചൊല്ലു റഅയ്തുൽ ഔലിയാ യതസാഖതൂന അലൈഹി, എല്ലാ ഔലിയാക്കന്മാരും ഷാദുലി ഇമാം ഇങ്ങനെ പൂന്നുള്ള കാൽ പൂന്ന പോലെ ചെന്നെങ്കിൽ ഈ മഹാന്റെ മർത്തബ എനിക്ക് കൊടുത്തു ചെന്നല്ലേ നക്ക് കിട്ടിയോണ്ടുള്ളത് സല്ലല്ലാഹു പൊട്ടത്തെ അപ്പൊ അയാളെ പോലെ എത്രയായിട്ടിക്കൂ യതസാഖതൂന അലൈഹി ചൊല്ലെ മേൽക്ക് ഇങ്ങനെ പൂന്ന പോലെ ഔലിയാക്കന്മാരെല്ലാം വന്നിട്ട് അയാളെ പൊതിഞ്ഞുകൊണ്ടുള്ള ഏതുപോലെ കമാ യതസാഖതു ദുബാബു അലൽ അസൽ, തേനീച്ചയുടെ മേലിൽ ഈച്ച എങ്ങനെയാണോ പൊതിര്, അതുപോലെ ഷാദുലി ഇമാം ആ പള്ളി പോയപ്പോ എല്ലാവരും പൊതിഞ്ഞാറ്. അങ്ങനെ ഫലമ്മ അസ്ബഹന, ഞങ്ങൾ സുബഹി ആയപ്പോ പള്ളിയിൽ ഞങ്ങൾ പുറത്ത് വന്ന മഗ്രിബ് കാലം പോയത് മിനൽ മഗ്രിബി ഇലൽ ഫജ്ർ. അങ്ങനെ ഷാദുലി ഇമാം ചൊല്ലുന്നു മാകാനത്തിൽ ബാരിഹ ഇല്ലാ ലൈലത്തൻ അദീമ, ഇന്നലത്തെ ജാവ് ഭയങ്കര ജാവാണ്. വകാനത്ത് ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറാണ്. വറഅയ്തു റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ ചൊല്ലുന്നുണ്ട്, ചില ഉപദേശങ്ങൾ നക്കാക്കി തൈൽപ്പെട്ട ഒരു ഉപദേശമാണ്. യാ അലി തഹ്ഹിർ സിയാബക മിനദ് ദനസ്, നിങ്ങളുടെ വസ്ത്രത്തെ എല്ലാ കച്ചറകളിൽ നിന്ന് നിങ്ങൾ ശുദ്ധിയാക്കണം ചൊന്നെങ്കിൽ നിഷിദ്ധമായ കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഇത് ശുദ്ധിയാക്കണം. അവിടെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാളുടെ ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടണമുണ്ടായിരുന്നു, ഒരു ടേസ്റ്റ്, ഇബാദത്തിൽ ടേസ്റ്റ് കിട്ടണമുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ മൗലിദായി പോയിട്ട് ബിരിയാണി തിന്ന ഏതൊരാളൊട്ടി എനിക്കതൊരു ടേസ്റ്റ് കൊന്തയിത്താൻ കേട്ടെങ്കിൽ ചെല്ലുക കൊന്തയിത്തിന്റെ ചൊല്ലണം, എല്ലാവരും ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ಗೊತ್ತಾയില്ലെങ്കിൽ പറയില്ല ആക്കിയ ഇത് സമയത്തില്ല നാളെ ചന്താക്കിട്ട് പറഞ്ഞു ചൊല്ല നല്ല ആക്കണോ ടേസ്റ്റ് ಗೊತ್ತಾಯ್ತು ചൊല്ലും. അപ്പൊ ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ടേസ്റ്റ് ಗೊತ್ತಾവുന്ന അവർ മറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് തന്റെ ഈ കണ്ണ് ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ പതിയത് ഭയങ്കര കുറയാവുന്നു, നിഷിദ്ധമായതിൽ നിന്ന് കണ്ണങ്ങ് വിട്ടു നിൽക്കണുണ്ടാകുന്നുണ്ട്. അങ്ങനെ വിട്ടു നിൽക്കുമ്പോ ഈ ടേസ്റ്റ് അങ്ങ് ഉണ്ടാവുള്ളൂ, ഇബാദത്തിൽ ലദ്ദത്ത് കണ്ട്.
എത്ര കണ്ട് ഹറാമിൽ നിന്ന് കണ്ണിടെ കട്ടാക്കോ സാധ്യമാവുക അത്ര കണ്ട് അവൻ പഠിച്ചുകൊണ്ട് നമുക്ക് അടുക്കുക. അതേ സമയത്ത് എത്ര കണ്ട് കണ്ണ് ഹറാമു പോകണ്ട അത്ര കണ്ട് മരിക്കണത്തോളം ഇബാദത്താക്കിയെങ്കിലും ആ ഇബാദത്ത് ഒരു ടേസ്റ്റ് അനുഭവിക്കുകയും ഇലായോമിൽ ചെയ്യാവുന്ന ആയുസ് കിട്ടിയും സാധ്യയില്ല. മൊബൈൽ വന്നപ്പോ വിശേഷത്താവും എന്ന് മനസ്സിലാക്കുന്ന എനിക്കൊക്കെ വിഷയമാണ്. കാരണം എത്രയോ കാണണ്ടാണെന്ന് വിചാരിച്ചെങ്കും കണ്ടുപോകണ്ടവും കാണണ്ട മനുഷ്യരെ നശിപ്പിക്കുക വന്നതാണ് പലപ്പോഴും വരും. അപ്പൊ ഇവിടെ ചെന്നുകൊണ്ടുള്ളേ നിന്റെ ഡ്രസ്സിലെ ഹറാമിൽ നിന്ന് ശുദ്ധിയാക്കുന്നുണ്ടാകുന്നുകൊണ്ടുള്ളേ. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ചൊന്നങ്കത്തെ വിഷയങ്ങൾ ധാരാളമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഷാദുലി ഇമാം ചൊന്നങ്കത്തെ ചില വസിയത്തുകളെല്ലാം മഹാന്മാരായ ഇമാമിയങ്ങൾ വിശദീകരിക്കാറ്. ആ ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു വഫാത്തായതര വകയാണ് ഇനി ചൊല്ലുകൾ. ഹിജ്റ 656 വഫാത്താവും. ഷാദുലി ഇമാം വഫാത്താവുടെ ഹിജ്റ 656 ബഹുമാനപ്പെട്ട ഇമാമുന ഷാദുലി റളിയല്ലാഹു അൻഹു വഫാത്താവുടെ ചെമ്മവട്ട ഹജ്ജിന് പോയ ആളാണ് ഷാദുലി ഇമാം. അങ്ങനെ ഓർക്ക ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമുടെ കറാമത്തായി ചൊല്ലാൻ ഹിജ്റ 656 പരിശുദ്ധ ഷഹ്റു റമദാനിലാണ് ഹജ്ജി ഭർത്താവ്. ഇത്രയും നീണ്ടു നടന്നിട്ട് പോകണല്ലോ, റമദാനക്ക് ഭർത്താവ്. അങ്ങനെ ആ മഹാന്റെ കറാമത്തായിട്ട് വിശദീകരിക്കട്ടെ ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു നേരത്തെ നാം ചൊന്ന ആ മഹാൻ അയാളുടെ ഉസ്താദായ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു തൊട്ടാണ് ഉദ്ധരിക്കട്ടെ. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു ചൊല്ലു എൻ്റെ ഉസ്താദായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു എല്ലാ വർഷം ഹജ്ജിന് പോകും. അങ്ങനെ അവസാനത്തെ വർഷം ഷാദുലി ഇമാമുടെ വഫാത്ത് എങ്ങനെയാണ്? അവസാനത്തെ വർഷം ഖാലലി ഖാദിമിഹി തൻ്റെ സേവകനായ ഇന്നങ്കത്തെ ഒരാളോട്ട് ചൊല്ലി ഇസ്തസ്ഹിബ് ഫർസൻ നീ എന്താക്കണം ചൊല്ലി ഹജ്ജിക്ക് പോകുമ്പോഴത്തെ വിഷയമാണ്. ഹജ്ജി ആണെങ്കിൽ ഭർത്താവ് ചൊല്ലു നിങ്ങൾ ഒരു പിക്കാസ് പിടിച്ചോളൂ കയ്യിൽ, അതുപോലെ ഒരു ബട്ടി പിടിച്ചോളൂ, കുറച്ച് സുഗന്ധം പിടിച്ചോളൂ. ഇത് ഹജ്ജിക്ക് പോകുമ്പോൾ ഇതെല്ലാം ഈ ബട്ടി കൊട്ടു പിക്കാസ് എല്ലാം. അപ്പൊ ഖാദിം കേക്ക് ലിമാദായ സയ്യിദി ഇത്രത്തോളം ഇല്ലാത്ത പുതിയ ഇതെന്തെങ്കിലും അപ്പൊ ചെന്നു ഫീ ഹുമൈതറ സൗഫതറ നീ കൊന്തവും ഹുമൈതറ ചൊല്ലുന്ന ജാഗയിൽ പിന്നെ അത് നീ കൊന്തവിടെ എന്തെങ്കിലും ചൊല്ലും. ഹുമൈതറ ചൊന്ന ഈജിപ്തിലാണ്. ഹുമൈതറ സഈദ് മിസ്ര ഫീ സഹറ ഐദ. അങ്ങനെ ഹുമൈതറ ചൊല്ലുന്ന ജാഗയിൽ എത്തിയപ്പോൾ ഇഗ്തസല ശൈഖ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ആ മഹാൻ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു കുളിക്കല് വസല്ല റകഅതൈനി 2 റകഅത്ത് നിസ്കരിക്കല്. അങ്ങനെ നിസ്കാരത്തെ അവസാനത്തെ സുജൂദുൽ ഇമാമുന ഷാദുലി റളിയല്ലാഹു അൻഹു വഫാത്താവുണ്ടാണ്. ഹജ്ജുള്ള വഴിയിൽ ഓണ്ടാട്ടി മുന്നലേ ശിഷ്യരൊട്ടിಗೆ ചെന്നൊരു അവിടെ കബറെടുക്കും ആൽമാരിക്കാലെ. അതുകൊണ്ട് ഇന്നും ഷാദുലി ഇമാമുടെ കബർ കൈറോത്തെ ഈജിപ്തിലെ രാജധാനിയുടെ എത്രമോ കിലോമീറ്റർ ദൂരാണ്. എല്ലാ ആൾമാരും അവിടെ എത്തിപ്പെടുന്നില്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു 2 റകഅത്ത് നിസ്കരിക്കല്. അങ്ങനെ നിസ്കാരത്തെ ലാസ്റ്റത്തെ സുജൂദുൽ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു വഫാത്താവുടു വദുഫിന ഹുനാക അവിടെയാണ് ഷാദുലി ഇമാമുടെ ദഫനാക്കിടേണ്ടാണ് ചരിത്രം ചൊല്ല്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയെല്ലാം പോകുന്നത് തൗഫീഖ് തരട്ടെ. ഞങ്ങളുടെ യൂസുഫ് ഹാജിയുടെ അടുത്ത് കഴിഞ്ഞ ഈജിപ്റ്റ് യാത്രയിൽ അവിടെ പോയിട്ടുണ്ടാ ചൊന്ന പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവിടെ പോകുന്നത് തൗഫീഖ് തരട്ടെ. അതാണ് കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ഞാൻ ചൊന്നിട്ട് ഷാദുലി ഇമാമുടെ കബറിനോട്ട് പോകുന്നതാരെങ്കിലും അടിയുള്ളതാണ്. ഷാദുലി ഇമാമുടെ മുട്ട പോകുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ക്ലാസ്സിൽ കൂടിയതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ റമദാനിക്ക് മുന്നിൽ ബഹുമാനപ്പെട്ട ഇമാമുന ഷാദുലി റളിയല്ലാഹു അൻഹുടെ ഖബർ സിയാറത്താക്കുകയും ഈജിപ്തിലുള്ള ഇങ്ങനത്തെ വലിയ വലിയ മഹാന്മാർ പർവ്വത സമാനരായ സ്വാലിഹീങ്ങൾ ഞങ്ങളെല്ലാം സിയാറത്താക്കിയില്ലെങ്കിൽ ലൈഫ് അർത്ഥമേ ഇല്ല. പൈസ ഉള്ളെങ്കിൽ എത്താൾമാർ അതുക്കാണ് ഭർത്താവനായ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇങ്ങനെ പൈസ ആക്കിയിട്ട് അട്ടിയാക്കിയിട്ട് വെച്ചെങ്കിൽ അവസാനം ഞാനെന്തും കണ്ടില്ല, വാന്മാരെ കണ്ടില്ല, നേർക്ക് നേരെ അത് പഠിച്ചിട്ട് ഞങ്ങളെ മുട്ട പോകുമ്പോൾ അതിലെ മഹബത്ത് ടേസ്റ്റ് വേറെയാണ്. ഈജിപ്ത് അല്ല സാർ പഠിക്കോ പോയെങ്കിൽ ഒരാൾമാർ ചെല്ലാർ ഞങ്ങൾ കിതാബ് പഠിച്ചെങ്കിൽ ഇമാമിങ്ങളെ നേർക്ക് നേരെ കാണ്ടേ. ഞാൻ പോയെങ്കിൽ ഒരാൾ ചെന്നിട്ട് അയാൾ ചൊല്ലേ ഷാഫി ഇമാമുടെ കബർ ഡെയിലി ഞങ്ങൾ സിയാറത്ത് പോയിട്ടുള്ള ആരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലിമു ഖുറൈശി യംലഉ തിബാഖൽ അർദി ഇൽമാ ലോകമെമ്പാടും ഇൽമു നിറക്കണമെങ്കിൽ ഒരാൾ പണ്ടും ചെന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഷാഫി ഇമാമാണ്. കൂടെ നിങ്ങൾ പാൻസ്ബീർ ദർഗത്തിൽ പോയ പോലെ അല്ലെങ്കിൽ ഉള്ളാൽ ദർഗത്തിൽ പോയ പോലെ മടവൂർക്ക് പോയ പോലെ ഡെയിലി ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സിയാറത്താക്കിയിട്ടുള്ളേ. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു സിയാറത്താക്കിയിട്ടുള്ളേ. ഹുസൈൻ റളിയല്ലാഹു അൻഹു സിയാറത്താക്കിയിട്ടുള്ള അങ്ങനെ എത്ര മഹാന്മാർ, എല്ലാ മഹാന്മാരും ഈജിപ്ത് അത് വലിയ ബർക്കത്തുള്ള കെത്തറായാണ്. ഈജിപ്ത് മിസ്റും ചെന്നെങ്കിൽ അള്ളാഹു ബർക്കത്ത് കൊണ്ട് നിറച്ചെങ്കെത്തറായാണ്. അവിടെ എല്ലാ ഉലമാവും ഉള്ളത്, എല്ലാ മഹാന്മാരും നിറഞ്ഞെങ്കെത്തറായാണ് ഈ ചൊന്ന ഈജിപ്ത്.
ആ ഈജിപ്തിൽ അൽ ബഖീഉ സാനി എന്നുള്ള ഒരു ജാഗ ഉണ്ടാകുന്നത്. അൽ ബഖീഉ സാനി എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ബഖീ മദീനത്തിലാണുള്ളത്. ബഖീഉൽ ഗർഖദ് അവിടെ 10,000-ഓളം സഹാബത്തുള്ളവരുണ്ടാകും. അതേസമയത്ത് ഈജിപ്ത് രണ്ടാം ബഖീയാണ്, അവിടെ 5,000-ഓളം സഹാബത്തുള്ളവർ ചില ചരിത്രത്തിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ. അങ്ങനെ ഈജിപ്ത് 10 നാൾ കൊണ്ടാ അല്ലെങ്കിൽ 10 തിങ്കൾ കൊണ്ടാ നോക്കിയിട്ട് തീർക്കുകൊള്ളെങ്കത്തെ വിഷയമല്ല. ഞങ്ങൾ ആത്മീയമായ വഴിതിരിച്ചെങ്കത്തെ വലിയ വലിയ സൂഫി മഹാന്മാരും അതുപോലെ ലോകത്ത് ഇൽമ പഠിപ്പാട്ടി കൊടുത്തെങ്കത്തെ ഇൽമയുടെ ചക്രവർത്തിമാരെല്ലാം ഉള്ളത് എവിടെയാണ് കേട്ടെങ്കിൽ ഈ ചൊന്ന ഈജിപ്തിലാണ്. അവിടെ പോകുന്നത് റെഡിയാവരും. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുടെ വസിയത്തിനെ പറ്റി ഞാൻ ചൊന്നിട്ടില്ല. അത് ചൊല്ലെങ്കിൽ വേറെമേ ഒരു നാൾ ക്ലാസ് എടുക്കണാവും. ബഹുമാനപ്പെട്ട ആരിഫ് സയ്യിദി അലി ഇബ്നു ഉമർ അൽ ഖുറശി ഇബ്നുൽ റളിയല്ലാഹു അൻഹു അയാൾ ചെന്നത് അന ഷാദുലിയുൻ മാ ഹൈതു വ ഇൻ അമുർ ഫമശ്വറതി ഫിന്നാസി അൻ യതശദ്ദലു. ഞാൻ ഒരു ഷാദുലി ആണ് അഥവാ ഷാദുലി ത്വരീഖത്ത് സ്വീകരിച്ചെങ്കത്തെ ഒരാളാണ്. എൻ്റെ ഹയാത്ത് അവസാനം വരെ ഇത് കുറെ വിഷയങ്ങൾ ചൊല്ലുമ്പോൾ ഷാദുലി ത്വരീഖത്ത് കൂടിയെങ്കിൽ താഴ്മാർ അങ്ങനെ മഹത്വങ്ങൾ എന്ത് അതിൽ ചെമ്പ വിശദീകരിക്കരുത്. അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അഭേദ്യമായ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാധ്യവുള്ളൂ. വഴിയിൽ നിങ്ങൾ അങ്ങ് തെറ്റിപ്പോണ്ടുള്ള ഇങ്ങനെ ചെമ്മ വിഷയങ്ങൾ അതിൽ ചൊല്ലു. ഇയാൾ ചൊന്നത് നന്റെ അവസാനം വരെ ഞാൻ ഷാദുലിയാണ്, ഞാൻ ഇനി മരിക്കുക മുമ്പാ നണ്ടൊട്ടി ഒരാൾ മുഷാവറാക്കോ വന്ന് വസിയത്തിലേക്കോ വന്നിട്ടുണ്ടായെങ്കിൽ നന്റെ വസിയത്ത് ಬಂತುಂಡ ಯತಶದ್ದರು അതെല്ലാവരും ഷാദുലി മദ്ഹബുകാരാവട്ടെ എന്താണ് തോന്നുന്നുള്ളത്. ഷാദുലി ത്വരീഖത്ത് ആൾമാരായി മാറട്ട്. ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ കിതാബാണ് ഇത്. മനാഖിബുൽ അഖ്താബിൽ ഖംസ 4 അഖ്താബാണ് നമുക്ക് കൊടുത്തു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ സയ്യിദി അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു ചൊല്ലിങ്കത്തെ അൽ അഖ്താബുൽ അർബ 4 മഹാന്മാരെ നമുക്ക് കൊടുത്തുണ്ട്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിൽ മനാഖിബുൽ അഖ്താബിൽ ഖംസ ആണ് ഈ കിതാബ് പേരിട്ട്. പിന്നെ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു 4 മഹാന്മാർ. അഖ്താബിൽ ഖംസ 5 അഖ്താബുടെ വകയാണ് ഇതിൽ. 5ാമതായി എണ്ണിയാളാണ് സയ്യിദി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ചൊല്ലിങ്കത്തെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാനാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. ഷാദുലി ഇമാമേ ചൊന്നു നന്റെ തവസ്സുലാക്കിയിട്ട് എന്ത് വിഷയങ്ങൾ കേട്ടെങ്കിൽ അനക്കെല്ലാം കിട്ടുണ്ടാകും. അങ്ങനെ കിട്ടിയെങ്കത്തെ അനുഭവങ്ങളെല്ലാം ഈ കിതാബിൽ ധാരാളം ചൊല്ലാം. അതിനും ചൊല്ലൊരു സമയമില്ല. ഇപ്പൊ ഞാൻ ചൊന്നതിൽ മനസ്സിലാക്കണമെങ്കിൽ ആൾമാർക്ക് ഇതിൽ ധാരാളമാണ്. നിങ്ങൾ കുറെ ആൾമാർ വണ്ടാട്ടി മുന്നിൽ ആത്മീയത്തിന്റെ വഴിയെന്തരം ചില വിഷയങ്ങളെല്ലാം ഞാൻ അതിൽ ചൊന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുടെ വഴി അത് ത്വരീഖത്ത് അഥവാ അള്ളാഹുടെ പ്രകാശം കിട്ടിയെങ്കത്തെ വെളിച്ചം കിട്ടിയെങ്കത്തെ വഴിയാണ്. ഇതിൽ ഈ കിതാബ് അൽ ഇൽഹാമാത്തുൽ ഇലാഹിയത്തുള്ള കിതാബാണ്. ഷാദുലി പിന്നെ റാത്തിബിലെല്ലാം ചില ആട്ടങ്ങൾ, പിന്നെ റാത്തിബ് എടുക്കുമ്പോൾ ചില ഇങ്ങനെ ചായയുടെ അതീതെല്ലാം ഉണ്ടെങ്കിൽ ഇതിന് തെളിവെല്ലാം മികച്ചുള്ളത്. അഥവാ സ്വഹാബത്തിലെ മഹാന്മാർ അങ്ങനെ ദിക്റെടുക്കുമ്പോ അത് ലയിച്ചിട്ടാണ് അങ്ങ് ചായയുടെ. അങ്ങനെ ചിലപ്പോൾ ലയിച്ചിട്ട് ചായയുടെ ആവണമെന്നില്ല, അങ്ങ് ആക്കിയ പോലെ അങ്ങനെ ആക്കല അങ്ങനെ ഉണ്ട്. എല്ലാം തക്കു നിങ്ങൾ അങ്ങനെ പോലെ ആയില്ലെങ്കിൽ അങ്ങനെ പോലെ കൊലന്തും നിങ്ങൾ കെട്ടോറും ചെയ്യുന്നില്ല. അതുപോലെ സ്വഹാബത്തെല്ലാം അള്ളാഹുടെ ദിക്ർ ചെല്ലുമ്പോ ഇങ്ങനെ മരങ്ങൾ ചായുമ്പോൾ പോലെ ചാഞ്ഞുകൊണ്ടിരുന്നാറല്ല ചൊന്നുകൊണ്ടുള്ളൂ. അത് ആഭാസായി പോകുന്നത് തീര. എന്നാലും മഹാന്മാർ പരിപാടിക്കത്തെ ത്വരീഖത്തുകളിൽ അങ്ങനെ ദിക്റുകളിലെല്ലാം ഇതുണ്ട്. അത് ഇമാമിയങ്ങൾ പരിപാടിയതാണ്, അങ്ങനെ അനുഭവങ്ങളാണ്. ഞാനിപ്പോ ചൊന്നത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നന്റെ ശൈഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഒന്നെങ്കത്തെ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുടെ ചില മഹത്വങ്ങൾ മാത്രമാണ് ചൊന്നത്. അത് വലിയ കടലാണ്, വിശദീകരിച്ചെങ്കിൽ തീരാത്തതാണ്. ഇതെന്തിക്ക് നിങ്ങൾ ചൊന്ന കേട്ടാൻ ചൊന്നെങ്കിൽ ആ ഷാദുലി ഇമാമുടെ കാൽപാദം കൊണ്ട് ബർക്കത്തെടുക്കുവാനായിട്ടാണ് ഞങ്ങളെ കാൽപാദത്തിൽ ഇട്ടെങ്കത്ത് ചെറുപ്പുടെ അടിയിലുള്ള ദൂരം പോലും ആ ഒരു അർഹതയില്ലാത്ത ആൾമാരാണ് ഞങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. ഞങ്ങൾ ഇണ്ട് ക്ലാസ്സിലെ തുടക്കം മുതൽ ഇതുവരെ ചൊന്ന എല്ലാ ഇമാമിങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിട്ട് ഞങ്ങൾക്ക് നിപ്പാട്ടാം. ഹദ്ദാദ് എടുത്തിട്ട് നിസ്കരിച്ചിട്ട് മൗലിദ് ഓതിട്ട് പെട്ടെന്ന് പോകാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്